ആദ്യമായിട്ട് ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് ഉള്ള അവസരം നൽകിയ KGMOയെ അക്കാഡമിക് സെല്ലിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സെഷനകത്ത് കഴിഞ്ഞ സെഷന്റെ ബാക്കിയായതുകൊണ്ട് അതേസമയം കുറച്ച് പേരെങ്കിലും നമ്മൾ കഴിഞ്ഞ തവണ കയറാത്തവർ ഇതിനകത്ത് കയറിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. ഒന്നാമതായിട്ട് ഈ ഒരു ക്ലാസ് ഇതിപ്പം PPT മെയിൻലി ഒരു PhD FHC MOSന് വേണ്ടിയിട്ടാണ് ഈ ഒരു PPT ആ ഒരു ഓറിയന്റേഷനിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ PPTയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാതെ എന്താണ് പ്രൊസീജിയർ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ആ പ്രൊസീജിയറും അതിന്റെ കറസ്പോണ്ടിങ് GOസും അറിയാനായിട്ട് നമ്മുടെ KGMOയുടെ സൈറ്റിനകത്ത് കയറിയാൽ മതിയാകും. പിന്നെ പ്രധാനമായിട്ട് ഈ സെഷനകത്ത് നമ്മൾ ലീവ്സ്, സാലറി അല്ലെങ്കിൽ ഹയർ ഗ്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഡീൽ ചെയ്യുകയില്ല. പിന്നെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗൂഗിൾ കീപ്പ്, സാംസങ് നോട്ട്സ് അല്ലെങ്കിൽ കളർ നോട്ട് പോലെയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ അത് സേവ് ചെയ്ത് വെക്കുന്നത് നിങ്ങളെ പിന്നീടുള്ള ഭാവിയിൽ ഇതേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അതേ സംശയങ്ങൾക്ക് വേണ്ടി റെഫർ ചെയ്യാനായിട്ട് ഉപകരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആമുഖമായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ തവണ നിർത്തിയിടത്തേക്ക് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ തവണ നിർത്തിയത് ഈ HMC റിലേറ്റഡ് കാര്യങ്ങൾ എൻ്റെ തൊട്ട് മുന്നേ ആയിരുന്നു. അപ്പോൾ HMC റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നുള്ള കമ്മിറ്റി എന്തിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഓരോ പഞ്ചായത്തും, അതായത് പഞ്ചായത്ത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ഏത് ഏത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ആയി കഴിഞ്ഞാലും അതിന് സർക്കാരിൽ നിന്ന് കൈമാറ്റം ചെയ്ത് കിട്ടിയ ഒരു പൊതുജനാരോഗ്യ സ്ഥാപനത്തിന്റെ ശരിയായ പരിപാലനം, ആസൂത്രിത വികസനം, പ്രസ്തുത സ്ഥാപനം മുഖേന മെച്ചപ്പെട്ട സേവനം പ്രദാനം ചെയ്യൽ എന്നീ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിലേക്കായിട്ടാണ് ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ഫങ്ഷൻസ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു HMCക്ക് ഏതെങ്കിലും സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ നേരിട്ട് ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത്. അത് അടുത്ത സ്ലൈഡ്സ് കാണുമ്പോഴും മനസ്സിലാകും. അതായത് ഇതിന്റെ ചുമതലകൾ എന്നുള്ളത് ഈ ഒരു പൊതുജനാരോഗ്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ രോഗികളും പൊതുജനങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അതായത് പരിഹരിക്കുക എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിന്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് വരുന്ന ഉപകരണങ്ങൾ, സാധന സാമഗ്രികൾ, ഫർണിച്ചർ, മരുന്നുകൾ, ചികിത്സ സംബന്ധമായിട്ട് ആവശ്യമുള്ള മറ്റു വസ്തുക്കൾ എന്നിവ വിലയ്ക്ക് വാങ്ങിയോ, അതായത് HMC ഫണ്ട് ഉപയോഗിച്ച് വിലയ്ക്ക് വാങ്ങിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സംഭാവനയായിട്ട് സ്വീകരിച്ചോ മറ്റു വിധത്തിലോ അത് ലഭ്യമാക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അതിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആവലാതികൾ പരിശോധിക്കാം. അത് പരിശോധിക്കാനും അതുപോലെ തന്നെ പരിഹരിക്കാനും നിർദ്ദേശങ്ങൾ നൽകുകയുമാണ്. അതായത് നിർദ്ദേശങ്ങൾ നൽകുക, സജഷൻസ് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. അതുപോലെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ, അതായത് ആ ഹോസ്പിറ്റലിന്റെ കാര്യത്തിനകത്ത് മാത്രമല്ല ഫീൽഡ് തല ജീവനക്കാരുടെ പ്രവർത്തനത്തിനകത്തും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഈ ഒരു HMC വഴി അതിനകത്ത് ചർച്ച ചെയ്തിട്ട് നൽകാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകളും അഴിമതിയും തടയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കണം. പിന്നെ പൊതുജനങ്ങളുടെ സഹകരണം അവിടെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ആവശ്യമെങ്കിൽ അവിടെ ശിശു സംരക്ഷണ പ്രവർത്തനങ്ങൾ, ഫീൽഡ് തല ആരോഗ്യ പ്രവർത്തനങ്ങൾ, പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിന് തെറ്റില്ല. അതുപോലെ തന്നെ ആശുപത്രി മാലിന്യങ്ങളും മറ്റു ബയോമെഡിക്കൽ മാലിന്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകുക. അതായത് ബയോമെഡിക്കൽ വേസ്റ്റും മറ്റു മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതിനോ ആവശ്യമായിട്ടുള്ള സഹായം നൽകാം. പൊതുജനാരോഗ്യ സ്ഥാപനത്തോടനുബന്ധിച്ചിട്ട് ക്യാൻറ്റീൻ അല്ലെങ്കിൽ ന്യായവില മെഡിക്കൽ സ്റ്റോർ, ലബോറട്ടറി, പാൽ ബൂത്ത്, ടെലിഫോൺ ബൂത്ത് തുടങ്ങിയ പ്രവർത്തിക്കാൻ സൗകര്യമൊരുക്കുകയോ നേരിട്ട് നടത്തുകയോ ചെയ്യാം. രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ട് അധിക സൗകര്യങ്ങൾ ലഭ്യമാക്കാം. പൊതുജനാരോഗ്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ സോഷ്യൽ ഓഡിറ്റ് നടത്താം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഖണ്ഡിക വായിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ നേരിടുന്ന ചില ചോദ്യങ്ങൾ, അതായത് ഈ പൈസ എടുക്കാമോ, HMCയിൽ നിന്നും ആ പൈസ എടുക്കാമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി. അതായത് ഏത് കാര്യം ആണെങ്കിലും നമ്മൾ പലപ്പോഴും HMC സംബന്ധമായിട്ട് നമ്മൾക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ നേരിടുന്നത് അവിടെ ഉള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. ആ ഒരു ചോദ്യം ആദ്യം നമുക്ക് സംശയം വരുന്നത്
ഇന്ന കാര്യങ്ങൾക്ക് എടുക്കാമോ എന്നുള്ളതാണ്. അത് ഈ ഒരു പേജിൽ തന്നെ അതുണ്ട്. അതായത് പൊതുജനാരോഗ്യം, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തെ, പ്രത്യേകിച്ച് രോഗി പരിചരണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഏത് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും പൈസ മുടക്കുന്നതിനകത്ത് HMC ഫണ്ട് എടുക്കുന്നതിനകത്ത് തെറ്റില്ല. അതുകൊണ്ട് തന്നെ അത് OP-യിലെ കാര്യങ്ങളിൽ ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും രീതിയിൽ അത് പേഷ്യന്റ് കെയറുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതായതുകൊണ്ട് OP-യിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനകത്ത് പൈസ മുടക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അതേസമയം ഓഫീസിലെ കാര്യങ്ങൾക്ക് ആണ് എങ്കിൽ നമ്മൾ അതൊന്ന് നോക്കിയിട്ട് മാത്രം, അതായത് ഇപ്പം ഓഫീസിൽ ഒരു പ്രത്യേക ഒരു മേശ വാങ്ങിച്ചു എന്നോ അല്ലെങ്കിൽ കസേര വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഓഫീസിലെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് എടുക്കേണ്ടി വന്നു എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. ഒരുപക്ഷെ അവിടെ നമ്മൾക്ക് നോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അതൊരു റിക്വസ്റ്റ് തന്നു, നമ്മൾക്ക് അതിനകത്തുനിന്നും മറ്റ് ഫണ്ടുകൾ ലഭ്യമാണോ എന്ന് നോക്കി, ആ ഫണ്ടുകളൊന്നും ലഭ്യമല്ല എന്ന് കണ്ടെത്തി എന്നുള്ള രീതിയിൽ നോട്ട് എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾക്ക് ആ ഓഡിറ്റ് ഒബ്ജക്ഷൻ തടയാൻ സാധിച്ചേക്കാം. പക്ഷെ നേരിട്ട് നമ്മൾ പൈസ അല്ലെങ്കിൽ തുക HMC-യിൽ നിന്നും ചെലവാക്കുന്നത് എപ്പോഴും പേഷ്യന്റ് കെയർ റിലേറ്റഡ് കാര്യങ്ങൾക്കായിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ക്യാൻറ്റീൻ അല്ലെങ്കിൽ നമ്മുടെ അതൊക്കെ പിന്നെ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അത് നടത്താനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻറ്റീൻ നടത്തുന്നതിനകത്തോ അല്ലെങ്കിൽ ഈവൻ മിൽമ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ, അതിന് ഇപ്പം അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങുന്നതിനോ, മീൻസ് നീതി പോലെയുള്ള ന്യായവില മെഡിക്കൽ സ്റ്റോർ പോലെ തുടങ്ങുന്നതിനോ തെറ്റില്ല. പിന്നെ മെഡിസിൻ വാങ്ങിക്കാമോ എന്നുള്ള പലപ്പോഴും ചോദിക്കാറുണ്ട്. മെഡിസിൻ സപ്ലൈ ചെയ്യേണ്ടത് LSCD അല്ലെങ്കിൽ അവരുടെയൊക്കെ അല്ലെങ്കിൽ ലോക്കൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മളൊരു NIC വാങ്ങിച്ച് നമുക്ക് അടിയന്തരമായിട്ട് ആവശ്യമുള്ള, നമുക്ക് നമ്മുടെ അവിടെ സ്റ്റോറിൽ ഇത് തീർന്നു പോയി, നാളെ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനായിട്ട് മെഡിസിൻ ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അത്യാവശ്യം അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ടെസ്റ്റിംഗ് കിറ്റുകൾ വാങ്ങുന്നതിന് തടസ്സമില്ല. അപ്പൊ ഈ ഒരു പേജിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്കുള്ള ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി HMC സംബന്ധമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചില ഓഡിറ്റ് ഒബ്ജക്ഷൻ നോക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് രജിസ്റ്ററുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് കുറച്ച് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരിക എന്നുള്ളതാണ്. ഇതൊരു സ്ഥാപനത്തിന് വന്നിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷന്റെ അതേ സ്ക്രീൻഷോട്ടാണ്. അതിനകത്ത് അവരൊരു 7 രജിസ്റ്റേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ രജിസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴും എനിക്കും എല്ലാ രജിസ്റ്റേഴ്സും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാഷ് ബുക്ക് ഓക്കെ, ചെക്ക് ഡ്രാഫ്റ്റ് രജിസ്റ്റർ ഓക്കെ, അഡ്വാൻസ് രജിസ്റ്റർ ഓക്കെ. പിന്നെ ഒരു വരവ് ചെലവ് രജിസ്റ്റർ വേറെ തന്നെ വയ്ക്കണമോ എന്നുള്ളതിന് എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അവർ ഈ പറയുന്ന 2005-ലെ ആ ഒരു പ്രത്യേക നമ്പർ കത്ത് ഞാൻ തപ്പിയിട്ട് കിട്ടിയിട്ടുമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് രജിസ്റ്ററും ഡെപ്പോസിറ്റ് രജിസ്റ്ററും എന്താണെന്ന് മനസ്സിലായില്ല. ഡെപ്പോസിറ്റ് രജിസ്റ്ററിനകത്ത് എനിക്ക് ആകെ മനസ്സിലായിട്ടുള്ളത് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു HMC-യും അതൊരു FD ആയിട്ട് സൂക്ഷിക്കാറൊന്നുമില്ല. ആകെയുള്ളത് നമ്മളെ ഓരോ ദൈനംദിന അല്ലെങ്കിൽ നിത്യേനയുള്ള വരവ് നമ്മൾ അതാത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു കൗണ്ടർ ഫോയിൽ നമ്മൾ വാങ്ങി സൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി നമ്മളൊരു ക്യാഷ് രജിസ്റ്ററും ക്യാഷ് ബുക്കും HMC ക്യാഷ് ബുക്കും ചെക്ക് രജിസ്റ്ററും അഡ്വാൻസ് രജിസ്റ്ററും, അതായത് അഡ്വാൻസ് ആയിട്ട് തുക HMC നടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള രജിസ്റ്ററും കൂടി നമ്മൾ നിർബന്ധമായിട്ടും സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഒരു രജിസ്റ്റേഴ്സിന്റെ കാര്യം കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാൻ സാധ്യതയുള്ളത് HMC-യിൽ നിന്നും ജീവനക്കാരെ നിയമിക്കുന്നവരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിനകത്ത് ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ആരൊക്കെ ആകണം എന്ന് കൃത്യമായിട്ട് നിർവചിച്ച് കണ്ടിട്ടില്ല. PSC നിയമനത്തിന് അതിനകത്ത് ആകെ പറയുന്നത് HMC ഒരു സമിതിയെ ഉണ്ടാക്കി അവര് ഇന്റർവ്യൂ നടത്തണം എന്നുള്ളതാണ്. എന്തായി കഴിഞ്ഞാലും അതൊരു സബ്ജക്ട് എക്സ്പേർട്ട് അതിനകത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഒരു ലാബ് ടെക്നീഷ്യൻ നിയമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ലാബ് ടെക്നീഷ്യൻ ഉണ്ടെങ്കിൽ അവര്, അല്ലെങ്കിൽ സമീപത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ ലാബ് ഓഫീസറോ അങ്ങനെയുള്ള ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെടുത്തണം. പിന്നെ അതിനപ്പോ ലാബ് ടെക്നീഷ്യന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ചോദ്യം നമുക്ക് വരും. അത് നമ്മളെ PSC നിയമനത്തിന് എന്തൊക്കെയാണോ അത് പാലിക്കുന്നത് അതേ കാര്യം തന്നെ ഇതിനകത്തും പാലിക്കാം. പിന്നെ പരമാവധി അവർക്കെല്ലാം അതാത് കൗൺസിൽ രജിസ്ട്രേഷൻ, അതായത് നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള നഴ്സുമാരെ പോലെ അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർമാരെ നിയമിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നഴ്സിംഗ് കൗൺസിലിന്റെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സ്റ്റാഫ് ആണെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിലിന്റെ തുടങ്ങിയ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഉണ്ടാകണം എന്ന് തന്നെ പറയാം. പക്ഷേ ലാബ് ടെക്നീഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും നമ്മൾ അവർക്ക് തന്നെ പ്രിഫറൻസ് കൊടുത്ത് അവരെ തന്നെ നിയമിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ പലപ്പോഴും കൊടുക്കാറില്ല. മെമ്പർ സെക്രട്ടറി, അതായത് HMC-യുടെ മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ മെഡിക്കൽ ഓഫീസർക്കാണ് അവർക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം. ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെ അവർക്ക് ലെറ്റർ ആയിട്ട് നൽകണം. അതിനകത്തും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് മെൻഷൻ ചെയ്യണം. അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ഇന്ന് അപ്പോയിന്റ്മെന്റ് തരുന്നു എന്നുള്ള കാര്യത്തിൽ. അതുകൂടാതെ ഇതെല്ലാം കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിനകത്ത് ഈ പറയുന്ന മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസറും അതാത് നിയമനം നൽകപ്പെടുന്ന
ഉദ്യോഗാർത്ഥിയും തമ്മിൽ ഒരു കോൺട്രാക്ട് എഴുതുകയും ആ കോൺട്രാക്ടിനകത്ത് ഇവരുടെ സേവന വേതന വ്യവസ്ഥകളും ഒപ്പം തന്നെ ലീവ് തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എത്ര ലീവ്, ഇവർക്ക് എത്ര സാലറി കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് നേരിടുകയില്ല. പിന്നെ സാലറിയുടെ കാര്യത്തിനകത്ത് പറയുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് 2024 ഫൈനാൻസ് കരാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകൾ നിർണ്ണയിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് പറയുന്ന വേതനത്തിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. പലപ്പോഴും ഞാൻ പറയാൻ കാരണം, പലപ്പോഴും പല ലാബുകൾക്കും വലിയ വരുമാനം ഉണ്ടാവുകയില്ല. അപ്പോൾ അവർ ഇത്രയും എനിക്ക് തോന്നുന്നത് 590, 600 ആണെന്ന് തോന്നുന്നു ഒരുപക്ഷെ ലാബ് ടെക്നീഷ്യന്റെ വേതനം എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പൊ അത്രയും ചിലപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ലാബിൽ മറ്റു കാര്യങ്ങൾക്കുള്ള തുക കിട്ടാത്തത് കൊണ്ട് അത്രയും കൊടുക്കണമോ എന്നുള്ള ചോദ്യം പലപ്പോഴും നേരിടാറുണ്ട്. പക്ഷെ നമ്മൾ ആ ഉത്തരവിനെ മനസ്സിലാക്കേണ്ടത് അവർക്ക് കൊടുക്കാവുന്ന മാക്സിമം വേതനമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ലേബർ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഒരു മിനിമം വേതനത്തിനകത്ത്, മിനിമം സാലറിക്കകത്ത് കുറയാനും പാടില്ല. അപ്പോൾ ഈ ഒരു മാക്സിമം സാലറിയിൽ കൂടുതൽ കൊടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ HMCയുടെ വരവ് അനുസരിച്ചിട്ട് അതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, HMCന്റെ വരവിന്റെ 50% കൂടുതൽ ഒരു മാസത്തെ വരുമാനത്തിന്റെ 50% കൂടുതൽ സാലറി ആയിട്ട് നൽകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഒരു ഓർഡർ. റീസെന്റ് ആയിട്ട് കൂത്തുപറമ്പ മുനിസിപ്പാലിറ്റിക്ക് നൽകിയ ഒരു കത്തിനകത്ത് 60% ആക്കി എന്നുള്ളൊരു ഓർഡർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ RBSK പോലെയുള്ള ഫണ്ടുകൾ വരുന്ന HMC ആണെങ്കിൽ അതിലും കൂടുതലായിട്ട് ഉയർത്തിയിട്ടുള്ള ഒരു ഓർഡറും കൂടിയുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾക്കൊരു വരുമാനം ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഒരു 50-60% കൂടുതൽ സാലറിക്കായിട്ട് കൂടുതൽ ചിലവാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് എല്ലാ സ്റ്റാഫിന്റെയും കൂടെയുള്ള സാലറിയാണ് ഉദ്ദേശിച്ചത്. പിന്നെ എപ്പോഴും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്, 179 ഡേയ്സിലേക്ക് നിയമിക്കുന്നതാണ് ഏറ്റവും സേഫ്. എന്തായി കഴിഞ്ഞാലും 364 ഡേയ്സിലേക്ക് കൂടുതലായിട്ട് നിയമിക്കരുത്. 1 ഡേ ബ്രേക്ക് കൊടുക്കുകയും, മാർച്ച് മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അവരെ ആ മാർച്ച് മാസത്തിൽ 30% ടെർമിനേറ്റ് ചെയ്യുകയും ഒരു ദിവസത്തെ നമ്മുടെ NHM കൊടുക്കുന്ന പോലെ തന്നെ ഒരു ദിവസത്തെ ബ്രേക്ക് കൊടുത്തുകൊണ്ട് HMCയുടെ തീരുമാനപ്രകാരം അവരെ നമ്മൾ നിയമിക്കാവുന്നതാണ്. അതിനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, കോടതിയിൽ കേസുള്ളത് 2 വർഷത്തേക്ക് നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പല HMCകളും തുടരുന്നുണ്ട്. അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എന്ത് കഴിഞ്ഞാലും നമ്മളൊരു 364 ഡേയ്സിലേക്ക് അവരെ കൂടുതൽ നിയമിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇവരുടെ നിയമനം എന്തായി കഴിഞ്ഞാലും HMCയിൽ അപ്രൂവ് ചെയ്യാൻ മറക്കരുത്. അതായത് ഇതൊക്കെ ഏതെങ്കിലും വിവരാവകാശമൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ്. ഇവരെ നമ്മൾ ഇന്റർവ്യൂ നടത്തി, HMCക്കും അറിയാം, ചെയർമാനും അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മളത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു, ഈ എഗ്രിമെന്റ് എഴുതി, എല്ലാം ഉണ്ട്. പക്ഷേ ഏതെങ്കിലും HMCയിലെ മിനിറ്റ്സിനകത്തും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് HMC അപ്രൂവ് ചെയ്തു എന്നുള്ളത്. കാരണം അതിനകത്ത് ഇരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ HMCനെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. കാരണം അവർക്കുള്ളൊരു കാൻഡിഡേറ്റ് ചിലപ്പോൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ടാകാം. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് അതിനകത്ത് അപ്രൂവ് ചെയ്തു എന്നുള്ളതും ഇന്നയാളെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതും ഒരു വരി HMCയുടെ മിനിറ്റ്സിനകത്ത്. അത് ചിലപ്പോൾ നമ്മൾ റാറ്റിഫിക്കേഷൻ ആയിട്ട് പിന്നീട്, പ്രത്യേകിച്ച് ലാബൊക്കെ മുടങ്ങിപ്പോകും, അപ്പോൾ പെട്ടെന്ന് HMC കൂടാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത HMCയിലായിരിക്കും റാറ്റിഫൈ ചെയ്യുന്നത്, സാധൂകരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, പക്ഷെ അത് എഴുതി ചേർക്കാനായിട്ട് മറക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ HMC നിയമിച്ചിട്ട് ട്രഷറിയിൽ നിന്ന് സാലറി കൊടുക്കുന്നത് ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഹോസ്പിറ്റലിലെ ഓഡിറ്റ് ഫയൽ നോക്കിയപ്പോൾ കിട്ടിയതാണ്, അവര് നിയമിച്ചു HMC, പക്ഷെ അവസാനം ആ ഒരു ഗ്രേഡ് 2ന്റെ സാലറി മാറുന്ന ഹെഡിൽ നിന്ന് ഇവർക്ക് സാലറി മാറി കൊടുത്തിരിക്കുന്നു. അത്തരത്തിലൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. HMC ആണ് നിയമിച്ചതെങ്കിൽ HMCയിൽ നിന്നും വേതനം, അതായത് സാലറി കൊടുക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇതൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ നേരത്തെ കാണിച്ച അതേ ഹോസ്പിറ്റലിൽ വന്നതാണ്. അതായത് അതിനകത്തൊരു സെന്റൻസ് പറയുന്നുണ്ട്, OP ടിക്കറ്റിൽ നിന്നാണ് നമുക്ക് വരുമാനം, പക്ഷേ അതിൽ നിന്ന് മാത്രമല്ല മറ്റ് പൊതുജനങ്ങളിൽ സംഭാവന സ്വീകരിക്കാം എന്നുള്ളത്. നമ്മൾക്ക് അതിനായിട്ട് സംഭാവന പിരിക്കാനായിട്ട് പോകേണ്ടതല്ല. പക്ഷെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും സംഭാവന നൽകാൻ തയ്യാറാണെങ്കിൽ ഒരു റെസീപ്റ്റ് എഴുതിക്കൊണ്ട് അങ്ങനെയുള്ള സംഭാവനകൾ നമ്മുടെ HMCയിലേക്ക് സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞൊരു സ്ലൈഡ് കാണിച്ചിട്ടുള്ളത്. പിന്നെ HMC മീറ്റിംഗിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുകയും ഡെയിലി ചെയ്യേണ്ടത് എന്താണ്, വീക്ക്ലി ചെയ്യേണ്ടത് എന്താണ്, ഒരു മാസം കൂടുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ പറഞ്ഞതിനകത്ത് 3 മാസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു HMC യോഗം നിർബന്ധമായിട്ടും ചേരേണ്ടതാണ്. പലപ്പോഴും ഇതിനകത്ത് സംഭവിക്കുന്ന തിരക്കുള്ള ചില കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന മേയറിനെയോ അല്ലെങ്കിൽ ചെയർമാനെയോ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കത്ത് നിർബന്ധമായിട്ടും അതിന്റെ ചെയർമാൻ, അതായത് അതിന്റെ HMCയുടെ പിന്നെ പ്രസിഡന്റിന് അല്ലെങ്കിൽ
ചെയർമാനായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കണം. നമ്മളൊരു യോഗം ചേരുന്നതിനായിട്ടുള്ള ഡേറ്റ് തരണം. കാരണം പലപ്പോഴും ഇതിന് നീണ്ടു പോയി അപ്പോഴായിരിക്കും ആ കമ്മിറ്റിയിലുള്ള മറ്റ് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ മറ്റു പ്രശ്നമായിട്ട് HMC കൂടുന്നില്ല, നമ്മൾ എന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഇത്. പക്ഷെ അപ്പൊ നമ്മൾക്ക് കാണിക്കാം, നമ്മളൊരു 3 മാസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു HMC കൂടുന്നതായിട്ട് ഡേറ്റ് ചോദിച്ചുകൊണ്ട് നമ്മൾ പ്രസിഡന്റിന്റെ ഡേറ്റ് ചോദിച്ചിട്ട് കത്തയച്ചിട്ടുണ്ട്, പക്ഷെ മറുപടി കിട്ടിയില്ല എന്ന് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഒരു HMCയിൽ നമ്മൾക്ക് 15 അംഗങ്ങളിൽ കൂടാത്തൊരു കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് ഇവിടെ കാണിക്കുന്നില്ല. ആ ഒരു കമ്മിറ്റിയിൽ ക്ഷണിതാക്കളായിട്ടുള്ള ആൾക്കാരടക്കമുണ്ട് എന്നുള്ളത്, അതായത് സ്ഥലം MLA അടക്കമുള്ള ആൾക്കാർ അതിനകത്ത് ക്ഷണിതാക്കളായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ഷണിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇവരെല്ലാം ഇൻവൈറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന സെക്രട്ടറി എന്ന് പറയുന്നത് ഇതിന്റെ മെമ്പർ സെക്രട്ടറി, അതായത് മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അവർക്കൊക്കെ അവരുടെയൊക്കെ ഇമെയിൽ ID വാങ്ങിക്കുകയും അവർക്കും ഇതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഇതിന് പങ്കെടുക്കണം എന്നുള്ളൊരു കത്ത് മെയിലായിട്ട് പോവുകയും ചെയ്യണം എന്ന് ഉറപ്പുവരുത്തണം. കാരണം എന്തെങ്കിലും രീതിയിലുള്ള വലിയ തീരുമാനങ്ങൾ, അതായത് ഈ കെട്ടിടം പൊളിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ മറ്റൊരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന HMCയിലായിരിക്കും തീരുമാനിക്കുക. അപ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന മറ്റൊരു ജനപ്രതിനിധി MLA പോലെയുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്ന് വരിക. അപ്പോൾ നിങ്ങൾ കത്തയച്ചിട്ടില്ല, അതിന്റെയൊക്കെ ഉത്തരവാദിത്തം മെഡിക്കൽ ഓഫീസറിൽ വന്നു ചേരും എന്നുള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും ഇൻവൈറ്റീസ് ആയിട്ട് ചേർത്തിട്ടുള്ള ആൾക്കാർക്ക് കൂടി ഇതിന്റെ മീറ്റിംഗിന്റെ അറിയിപ്പ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അടുത്തത് നേരത്തെ പറയേണ്ടതായിരുന്നു ക്യാഷുമായിട്ട് സംബന്ധിച്ചത്, അതായത് HMC ക്യാഷ് എപ്പോൾ ബാങ്കിൽ അടയ്ക്കണം എന്നുള്ളത്. അത് ചോദിക്കുകയാണെങ്കിൽ ഒരു ഉത്തരമേ ഉള്ളൂ, അതാത് ദിവസം തന്നെ അടയ്ക്കണം. പക്ഷെ ചിലപ്പോഴേക്കും സംഭവിക്കാറുള്ളത്, നമ്മൾ ദേശസാൽകൃത ബാങ്കിലാണ് പൊതുവെ അക്കൗണ്ട് തുടങ്ങാറുള്ളത്. അത് ചിലപ്പോൾ ദൂരെ ആയിരിക്കാം. അന്നത്തെ ദിവസം ഇത് അവിടെ കൊണ്ടുപോകുമ്പോൾ ബാങ്കിന്റെ ടൈം കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അത്രയും ദൂരം നമ്മൾ പോകുന്നത് നമ്മൾക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമാണ് എങ്കിൽ, ചെറിയ വരുമാനമാണ് ഉള്ളത് എങ്കിൽ ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനകത്ത് ഞാൻ കണ്ടതാണ്, പരമാവധി 500 രൂപയിലധികം കൈവശം സൂക്ഷിക്കരുന്നുള്ള നിബന്ധന ഉണ്ട് എന്നുള്ളത്. മറ്റേതെങ്കിലും എവിടെയെങ്കിലും ഇത് എഴുതിയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് കാണിക്കാം, പരമാവധി 500 രൂപ വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം. പക്ഷെ 500 രൂപ എപ്പോഴാണോ ആവുന്നത് അതിന്റെ പിറ്റേ ദിവസം പോയിട്ട് നമ്മളത് അടയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുകയും ആ അടക്കുന്നതിന്റെ ആ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ആ കൗണ്ടർ ഫോയിൽ അത് വാങ്ങിച്ച് നമ്മൾ ഇവിടെ മറ്റൊരു പുസ്തകത്തിൽ ഒട്ടിച്ച് സൂക്ഷിക്കുകയും ചെയ്യണം. അതുകൂടി നമ്മൾ ഓഡിറ്റിന് വിധേയമാക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ എന്ത് കാര്യത്തിനകത്തും HMC ഫണ്ട് നമ്മളെ പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്ന, അല്ലെങ്കിൽ രോഗി സേവനം നൽകുന്ന കാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഈവൻ നമ്മുടെ സ്ഥാപനത്തിലെ എവിടെയെങ്കിലും പൈപ്പ് ലീക്കേജ് ആയി കഴിഞ്ഞാലോ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നതിന് തടസ്സമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത് വലിയ രീതിയിൽ, അതായത് 8,900 രൂപയോളം ചെലവാക്കി ഇലക്ട്രിക്കൽ റിപ്പയറിംഗ് നടത്തിയത് സബ് സെന്ററിലാണ് എന്നുള്ളതാണ് ഒരു കാര്യം. സബ് സെന്റർ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതാത് LSCയുടെ ഉത്തരവാദിത്തമാണെന്നതിൽ തെറ്റില്ല. അതിൽ തന്നെ ഇതിനകത്ത് ഒരുപാട് ഒരു മിസ് അപ്രോപ്രിയേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഇതിന് റിക്വസ്റ്റ് കൊടുത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഏത് കാര്യത്തിനും ഒരു റിക്വസ്റ്റ് കൊണ്ട് തുടങ്ങണമെന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത് സ്റ്റാഫ് നേഴ്സ് ആണ്. എന്താണ് സ്റ്റാഫ് നേഴ്സും ഈ പറയുന്ന സബ് സെന്ററും ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പെട്ടെന്ന് റിക്വസ്റ്റ് എഴുതി തരാൻ പറഞ്ഞപ്പോൾ ആ പറയുന്ന സ്റ്റാഫ് നേഴ്സ് എഴുതായിരിക്കാം. ഒന്ന്, ഇത് കണ്ടിട്ട് എനിക്ക് DMOയുടെ ഓഡിറ്റ് ആണെന്ന് തോന്നുന്നത്. ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. JPHN എഴുതിയത് നഴ്സ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു DMOയുടെ ഓഡിറ്റിൽ നിന്നാണ് എടുത്തത്. അപ്പൊ അത് JPHനെ സ്റ്റാഫ് നഴ്സ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ സാധനങ്ങൾ അവിടെ വാങ്ങിച്ചതിനകത്ത് അത് സ്റ്റോക്ക് എടുത്തിട്ടില്ല. പിന്നെ സ്റ്റോർ പർച്ചേസ് റൂൾ പ്രകാരമുള്ള സാക്ഷ്യപ്പെടുത്തൽ അത് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ കുറെ ഒരു ഓഡിറ്റ് ഉള്ള കൂട്ടത്തിൽ പറഞ്ഞതാണ് സബ് സെന്ററിന്റെ കാര്യം നോക്കേണ്ടത് അതായത് LSCD ആണ് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും എമർജൻസി റിപ്പയർ നമുക്ക് നടത്താം. നമ്മൾ ഇപ്പം സബ് സെന്ററിൽ ഒരു ലീക്കേജ് ആണ്, നാളെ അവിടെ ഇമ്മ്യൂണൈസേഷൻ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു കത്ത് LSCD കൊടുക്കുക, അത് റിപ്പയർ കൊടുക്കാനായിട്ട് അത് ഫയലിൽ വെക്കുക. അതിന് മറുപടി ഇല്ല എങ്കിൽ നമുക്ക് അവിടെ ആ ഫയലിന് താഴെ തന്നെ ഇന്ന ദിവസം നമ്മൾ കത്തയച്ചു അറിയിച്ചു, പക്ഷേ ഇപ്പം നിലവിൽ ഫണ്ടൊന്നും ലഭിച്ചിട്ടില്ല, ആയതിനാൽ ഇത് എമർജൻസി ആയതിനാൽ നമ്മൾ ഏജൻസിയിൽ നിന്നും എടുത്തിട്ട് റിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെറിയ റിപ്പയറുകൾ സബ് സെന്ററിൽ അടക്കം ചെയ്യുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്. പിന്നെ HMC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നോക്കുന്ന ക്ലർക്കിനും OAക്കും അതിന്റെ ഓണറേറിയം നൽകാനായിട്ട് നിലവിൽ ഉത്തരവുണ്ട്. 96-ലാണ് നിലവിലും പാലിക്കുന്നതാണ്. ക്ലർക്കിന് 200 രൂപ പ്രതിമാസവും OAക്ക് 100 രൂപ മാസവും ഇതിന്റെ ഓണറേറിയം നൽകാൻ സാധിക്കും. പിന്നെ HMCയുടെ മിനിറ്റ്സിനകത്ത് എപ്പോഴും
നമ്മൾ HMC മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിനിറ്റ്സ് ഒക്കെ എഴുതുക. പക്ഷെ അവസാനം അതിന്റെ താഴെ കൺവീനറും ചെയർമാനും, കൺവീനർ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഓഫീസറാണ്, ചെയർമാൻ പ്രസിഡന്റാണ്, അവർ രണ്ടുപേരും ഒപ്പ് ഇടിയിക്കാനായിട്ട് മറക്കരുത്. കാരണം ഈ HMCയുടെ മീറ്റിംഗ് മിനിറ്റ്സും ഓഡിറ്റിന് വിധേയമാക്കും. ഇങ്ങനെയല്ലാത്ത മിനിറ്റ്സിന് സാധുത ഇല്ല, അതായത് അങ്ങനെയല്ലാത്ത തീരുമാനങ്ങൾക്ക് സാധുത ഇല്ല എന്നുള്ളതും അത് വാലിഡ് അല്ല എന്നുള്ളതുമാണ് അതിനകത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്പ് വാങ്ങിക്കാൻ മറക്കരുത്. പിന്നെ HMCയിൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും HMCയിലും തുക ചെലവിടുന്നതിന് തെറ്റില്ല. പരമാവധി അത് മറ്റു ഫണ്ടുകൾ ലഭ്യമാണോ എന്ന് നോക്കിയിട്ട് അത് ലഭ്യമല്ല എന്നുള്ളൊരു നോട്ട് എഴുതി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് തുക ചെലവിടുന്നതിന് തെറ്റില്ല. പിന്നെ ഇനി നമ്മൾക്ക് ഈ HMCയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ്. പർച്ചേസ് എങ്ങനെ ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളത്, പ്രൊസീജിയേഴ്സ് നടത്തണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ് എടുക്കാൻ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാനിത് സ്ലൈഡിലാക്കിയിട്ടില്ല, മറ്റൊരു PDF-ലാണ്. ആ PDF-ന്റെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് കാണിക്കാം. ആ PDF ഇതിന്റെ കൂടെ തന്നെ ഈ സ്ലൈഡ് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാം. ഈ ഒരു PDF കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു PDF തയ്യാറാക്കിയിട്ടുള്ളത് ഇത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു പർച്ചേസ് നടത്താം എന്നുള്ളൊരു PDF ആണ്. അപ്പോൾ അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും PHC മെഡിക്കൽ ഓഫീസർമാരുള്ള സ്നേഹം കൊണ്ട് അവർക്ക് മാത്രമാണ്, വലിയ ആൾക്കാർക്കില്ല. അപ്പോ പിന്നെ എനിക്കതാണ് പരിചയം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നടത്തിയത്, മറ്റൊന്നുമല്ല. അപ്പൊ പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരാതിരിക്കുക എന്നുള്ളതാണ്. ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒരു വരി എഴുതി വെച്ചാലും അത് ഫൈനാൻഷ്യൽ ലയബിലിറ്റി അല്ല എങ്കിൽ പോലും, അതിപ്പം റിക്വസ്റ്റ് ഇല്ല തുടങ്ങിയവയൊക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് ഒരു സ്റ്റാഫിന്റെ റിക്വസ്റ്റ് വഴിയാണ്. നമ്മൾ കുറെ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഈ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരുന്നത്. അപ്പൊ പിന്നെ അന്നേരത്തെ സ്റ്റാഫിനെ പിടിച്ച് നമ്മൾ ഒരു റിക്വസ്റ്റ് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ എല്ലായിടത്തും പറയുന്നതാണ്, ഏതെങ്കിലും ഉത്തരവ് ഇത് അങ്ങനെ ചെയ്താൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ അനുസരിക്കാതിരിക്കുക. അതിന്റെ ഉത്തരവ് എന്താണ്, പ്രൊസീജിയർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിന്റെ കൂടെ ഒരു നോട്ടായിട്ട് ആഡ് ചെയ്യാനുള്ളത് ഇതാണ്. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജിയോസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 25,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ജെം മാർക്കറ്റ് പ്ലേസ് വളരെ നിർബന്ധമാണ് എന്നുള്ളതാണ് നിലവിലുള്ള ഉത്തരവ് എന്നും കൂടി, എക്സെപ്റ്റ് നമ്മുടെ ലാബ്, മെഡിസിൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഒഴികെ. അതായത് നമ്മളെ ജെം മാർക്കറ്റ് പ്ലേസ് എന്താണെന്ന് അറിയാം. നമുക്ക് ജെമ്മിൽ കയറിയിട്ടുള്ള ആൾക്കാർ, ജെമ്മിൽ കയറി അതിനകത്ത് ലോഗിൻ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാകും. അത് നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഒരു സൈറ്റ് തന്നെയാണ്. പക്ഷെ അത് ഗവൺമെന്റ് ID വെച്ച് മാത്രമേ കയറാൻ പറ്റൂ, അങ്ങനെയുള്ള പർപ്പസിന് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ആദ്യം സെൻട്രൽ ഗവൺമെന്റ് ആണ് തുടങ്ങിയത്. പിന്നീട് 2018 ഉത്തരവ് പ്രകാരം സ്റ്റോർ പർച്ചേസ് റൂൾസിന്റെ ഭാഗമാക്കുകയും കേരള സർക്കാരും ഈ പോർട്ടൽ വഴിയുള്ള വാങ്ങലുകൾ, അതായത് ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള പർച്ചേസുകൾ ചെയ്യാം, ബിഡ് ചെയ്തിട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ 2018 ജെം മാർക്കറ്റ് പ്ലേസിനെ കേരള ഗവൺമെന്റും അംഗീകരിച്ചു. പിന്നീട് 2019 ഇറങ്ങിയിട്ടുള്ള ഓർഡറിനകത്ത് പറയുന്നത് 25,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകളും ജെം പോർട്ടൽ വഴി മാത്രമേ നടത്താവൂ എന്നുള്ള ഒരു ഉത്തരവ് കൂടി ഉണ്ട് എന്ന് ഞാൻ എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. കാരണം മറിച്ചൊരു ഉത്തരവ് ഞാൻ കണ്ടിട്ടില്ല. അതിനകത്ത് ലാബ്, റിയേജൻസ് പോലെയുള്ളവയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മെഡിസിൻ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. പക്ഷെ അതിനകത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ, ജെമ്മിനകത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ, എനിക്കൊന്ന് കുറെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും, നമുക്ക് വേണ്ട കുറെ OT എക്യുപ്മെന്റ്സും അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായി കഴിഞ്ഞാലും ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിലും കൂടി ഞാൻ പെടുത്തുകയാണ്. ആ ജെമ്മ് ഒന്ന് വായിച്ച് അല്ലെങ്കിൽ അത് ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കണം. അതിനകത്തൊരു മലയാളം വീഡിയോ തന്നെയുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇവിടെയുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ വാങ്ങലുകൾക്ക് പാലിക്കേണ്ട കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യമായിട്ട് ഏത് ഐറ്റം ആണോ വാങ്ങുന്നത് ആ ഐറ്റം ഉപയോഗിക്കാൻ പോകുന്ന സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന്, അതായത് ഇപ്പോൾ ഒരു OPDയിലെ OP റൂമിലോ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ ഉപയോഗമുള്ള ഒരു സാധനം, ഒരു ടോർച്ച്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുവാണെങ്കിൽ ആ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ OPD ആണെങ്കിൽ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണമെന്നില്ല. OPDയുടെയും എല്ലാ കാര്യങ്ങളുടെയും ഒരു സ്റ്റോക്ക് സൂക്ഷിക്കുന്നത് മിക്കവാറും അവിടുത്തെ നഴ്സിംഗ് ഓഫീസർ ആയിരിക്കും. ആരാണോ ആ സ്റ്റോക്കിനകത്ത് അത് എൻട്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നും ഒരു റിക്വസ്റ്റ് വാങ്ങിക്കുക. അതായത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു സാധനം വാങ്ങിക്കാനായിട്ട് ഉള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ ഒരു റിക്വസ്റ്റ് വാങ്ങിക്കുക. ആ റിക്വസ്റ്റ് ആണ് നമ്മുടെ പർച്ചേസ് ഫയലിന്റെ, നമ്മളെ വൗച്ചറിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഒരു വൗച്ചർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ട് ഒരു ബില്ല് മാത്രമല്ല, അതിനകത്ത് ഇത്രയും കാര്യങ്ങളും കൂടി വരും. അപ്പൊ അതാണ് നമ്മൾ ഒന്നാമത്തെ പേപ്പർ ആയിട്ട് വെക്കേണ്ടത് ഈ പറയുന്ന റിക്വസ്റ്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഈ ഒരു
മരുന്നുകളും മറ്റും വാങ്ങുന്നതിന് നമുക്ക് DMOയിൽ നിന്നുള്ള NIC നിർബന്ധമാണ്. DMO എന്നുള്ള NIC അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്കറിയാം KMSയിൽ നിന്നാണ് NIC കിട്ടുന്നത്, വാലിഡ് ആണ്. പിന്നെ അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ ഒരു വാങ്ങാനായിട്ട് അവർ റിക്വസ്റ്റ് തന്നിട്ടുള്ള സാധനം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പോലെയുള്ള സാധനങ്ങളാണോ എന്നുള്ളതാണ്. അതിനകത്ത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും, അതായത് ഒരു ഫാർമസിയിലേക്ക് AC ഫിറ്റ് ചെയ്യാനായിട്ട് ഫാർമസിസ്റ്റ് റിക്വസ്റ്റ് തന്നു. അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ ഉപകരണമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ PWD ഇലക്ട്രിക്കൽ സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് നിർബന്ധമാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയാൻ കാരണം ആ ഒരു വാല്യൂവിന് അത്രയും അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നാൽ മതിയും. വലിയ വാല്യൂ ആണെങ്കിൽ അതിന് കൂടുതലുള്ള ആൾക്കാർ തരേണ്ടി വരും. ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് CCTVയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ പ്രിന്ററോ അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിൽ TV അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ PWD ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് നിർബന്ധമാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടി പറയാൻ ഉണ്ട്. അതായത് IT റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നത് ഒന്നുകിൽ നമ്മൾ ജെം പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ CPR/CS എന്നുള്ള കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മാത്രമേ വാങ്ങിക്കാവൂ എന്നുള്ള മറ്റൊരു ഉത്തരവുണ്ട്. അതായത് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഐറ്റങ്ങൾ, CCTV അല്ല, അത് ഫിറ്റിംഗ് ആവശ്യമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സൈറ്റ് വഴി മാത്രമേ വാങ്ങിക്കാവൂ എന്നുള്ള ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് വന്നതോടുകൂടി അതിനകത്തുള്ള കാര്യങ്ങൾക്ക് PWD ഇലക്ട്രോണിക്സുകാർ ഇപ്പോഴും നിലവിൽ അവർ നേരിട്ട് എസ്റ്റിമേറ്റ് തരുന്നില്ല. അപ്പോൾ അവർ പറയുന്നത്, അവർക്ക് നമുക്ക് കത്ത് കൊടുക്കാം, പക്ഷെ അവർ കത്തായിട്ട് തന്നെ മറുപടി തരുന്നത് ഇന്ന കാര്യങ്ങൾ CPR/CS എന്നുള്ള വെബ്സൈറ്റിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് വാങ്ങിക്കാവുന്നതാണ്. അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ എസ്റ്റിമേറ്റ് തരാം എന്നുള്ള രീതിയിലാണ് അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകുന്നത്, പക്ഷെ അതിനകത്ത് ആകെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഇപ്പൊ എനിക്ക് വേണ്ടത് 2GB RAM ഉള്ള കമ്പ്യൂട്ടർ ആണോ 4GB RAM ഉള്ള കമ്പ്യൂട്ടർ ആണോ എന്ന് ആരാണ് നിശ്ചയിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു എസ്റ്റിമേറ്റ് വാങ്ങിച്ച്, അപ്പൊ അതിനകത്ത് അവർ വില കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. നിങ്ങളുടെ ആവശ്യം ഇന്നതാണ്, അതായത് നമ്മൾക്ക് ഇന്ന ഡാറ്റ എൻട്രി പോലെയുള്ള ആവശ്യങ്ങളാണെന്ന് കാണിച്ചപ്പോൾ അതിനകത്ത് ലാപ്ടോപ്പിനകത്ത് ഈ 2GB 4GB ഇതൊക്കെ മതി എന്നുള്ള രീതിയിൽ അവരൊരു എസ്റ്റിമേറ്റ് തരികയും ആ എസ്റ്റിമേറ്റുള്ള ഒരു സ്പെസിഫിക്കേഷൻ തരികയും ആ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള സാധനം നമ്മൾ ഈ CPR/CS എന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എസ്റ്റിമേറ്റ് വേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് തന്നെ, CCTV ഒക്കെ പ്രത്യേകിച്ചും ഇപ്പം പല സ്ഥലത്തും CCTV ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. CCTV പ്രത്യേകിച്ചും ഇലക്ട്രോണിക് സെക്ഷന്റെ എസ്റ്റിമേറ്റ് വാങ്ങിച്ചിട്ട് മാത്രമേ വാങ്ങിക്കാവൂ. അതിനകത്ത് തന്നെ പറയാനുള്ളത്, ഈ പറയുന്ന സൈറ്റ് അല്ലാതെ കെൽട്രോണിന് നേരിട്ട് വാങ്ങിക്കുന്ന ഒരു സംഭവം ഇല്ല. അതായത് കെൽട്രോണിനകത്തുനിന്ന് അവർക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് LED ലൈറ്റ് പോലെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കെൽട്രോണിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാൻ പറയാം. ഈ CPR/CS എന്നുള്ള സൈറ്റ് നടത്തുന്നത് കെൽട്രോൺ ആണെങ്കിൽ പോലും ആ സൈറ്റ് വഴി അല്ലാതെ നേരിട്ട് അവരുടെ അടുത്ത് നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കരുത് എന്നുള്ളതാണ്. അതിനകത്ത് ഉത്തരവിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങിക്കാവൂ. അത് പിന്നീട് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ ഒരു എസ്റ്റിമേറ്റ് നൽകി കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ പിന്നെ AC ഫിറ്റ് ചെയ്യുന്നതിന് നമ്മുടെ എന്താണ് PWD ഇലക്ട്രിക്കൽ ആണ് എസ്റ്റിമേറ്റ് തന്നത് എങ്കിൽ നമ്മുടെ വാങ്ങൽ കഴിഞ്ഞതിന് ശേഷം അവരൊരു ഇൻസ്പെക്ഷൻ നടത്തി ആ ഒരു ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾക്ക് നൽകിയതിന് ശേഷം മാത്രമേ സപ്ലയർക്ക് തുക കൈമാറാവൂ. അതായത് നമ്മളോട് പറഞ്ഞു ഇത്ര ടൺ AC ആണ് എന്നൊക്കെയാണ് നമ്മൾക്ക് എസ്റ്റിമേറ്റ് തരിക, അല്ലെങ്കിൽ ഇത്ര പിന്നെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള AC ആണെന്ന്. അപ്പൊ അവർ വന്നിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യണം. എന്നിട്ട് അതിനകത്ത് ഇത്ര ടണ്ണേജ് ആണ്, ഇത്ര സ്റ്റാർ ആണ്, AC ആണ് എന്ന് ഫിറ്റ് ചെയ്തത് എന്ന് അവരുടെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന തുക കൊടുക്കാവൂ. അല്ലാണ്ട് നമ്മൾ അതിനകത്തൊരു കമ്പീറ്റന്റ് അതോറിറ്റി അല്ല ഇന്നത് അവർ ഫിറ്റ് ചെയ്ത് കറക്റ്റ് ആണ് എന്നൊക്കെയുള്ള തീരുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഇവരെ വിളിക്കുകയും, ഇവര് പലപ്പോഴും വരണമെന്നില്ല, ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിന്നെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാറുണ്ട്. പക്ഷെ അത് വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. രണ്ടാമതായിട്ട് അപൂർവമായിട്ടെങ്കിലും, അതായത് NHM ഫണ്ട് പോലെയുള്ളത് വരുമ്പോഴെങ്കിലൊക്കെ നമ്മളുടെ തലയിൽ വരുന്ന ഒന്നാണ് സിവിൽ വർക്സ്. സിവിൽ വർക്സ് അങ്ങനെ NHM അൺടൈഡ് ഫണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ എന്തെങ്കിലും ഫണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്യാബിൻ നിർമ്മിക്കാൻ, ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യാനൊക്കെ ആയിരിക്കും ആവശ്യം വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അതിന്റെ ടെക്നിക്കൽ അതോറിറ്റി ആയിട്ടുള്ള ഒരു LSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ NHM ഫണ്ട് ആണെങ്കിൽ NHM എഞ്ചിനീയർ തന്നെയോ അവരുടെ ഒരു എസ്റ്റിമേറ്റ് വേണം. അപ്പൊ എപ്പോഴൊക്കെ എസ്റ്റിമേറ്റ് തന്നിട്ടുണ്ടോ ആ എസ്റ്റിമേറ്റ് തന്ന ആൾക്കാർ തന്നെ പിന്നെ ഒരു ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റും കൂടെ തരണം എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. ഒരു വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവരാണ് തരേണ്ടത്. പിന്നെ LSCD പ്രൊജക്ട് വഴിയാണ് വാങ്ങുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഇനം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് മാത്രം വാങ്ങിക്കുക. ഇപ്പൊ പാലിയേറ്റീവ് പ്രൊജക്ടിനകത്ത് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മാത്രമേ മെഡിസിൻ വാങ്ങിക്കാവൂ, അല്ലെങ്കിൽ അത് പ്രൊജക്ട് റിവൈസ് ചെയ്തിട്ട് മാത്രമേ പാലിയേറ്റീവ് പ്രൊജക്ടിനകത്ത് മെഡിസിൻ വാങ്ങിക്കാവൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, പാലിയേറ്റീവ് പേഷ്യൻസിന് മെഡിസിൻ വാങ്ങേണ്ടതാണെന്ന് നമുക്കറിയാം, പക്ഷേങ്കിൽ ഓഡിറ്റേഴ്സിന് അതറിയില്ല. അവർ പറയും, ഈ നിങ്ങളുടെ പ്രൊജക്ടിനകത്ത് മെഡിസിൻ വാങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് പാലിയേറ്റീവ് പ്രൊജക്ടിനകത്ത് മെഡിസിൻ വാങ്ങിയതെന്ന് ചോദിക്കും. നമ്മൾക്കൊന്നും ഉത്തരം പറയാനുണ്ടാവില്ല. എനിക്ക് സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഭാഗ്യത്തിന് ആദ്യത്തെ എന്റെ പ്രൊജക്ടിനകത്തായിരുന്നു മെഡിസിൻ എന്ന് എഴുതാതിരുന്നത്. പിന്നീട് അത് റിവൈസ് ചെയ്തപ്പോൾ അത് മെഡിസിൻ എഴുതിയിട്ടുള്ളത് കൊണ്ട് അന്ന് രക്ഷപ്പെട്ടു പോയതാണ്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ റിക്വസ്റ്റ് കിട്ടി, എസ്റ്റിമേറ്റ് കിട്ടി, നമ്മൾ വാങ്ങലിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിനകത്ത് 15,000 രൂപ മുതൽ 1 lakh വരെയുള്ള പർച്ചേസ് ആണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയാണ് അതിനകത്ത് തീരുമാനം എടുക്കേണ്ടത്. അതായത് 15,000-ന് മുകളിൽ കൊട്ടേഷൻ വിളിക്കണം എന്നുള്ള കാര്യം പിന്നീട് ഞാൻ പറയുന്നുണ്ട്. 15,000 മുതൽ 1 lakh വരെയുള്ള കാര്യങ്ങൾക്ക് ലോക്കൽ പർച്ചേസ് കമ്മിറ്റി നിർബന്ധമായിട്ടും കൂടണം എന്ന് DHSന്റെ ഒരു ഉത്തരവുണ്ട്. അതിനകത്ത് നമ്മുടെ മെഡിക്കൽ ഓഫീസറും മിനിസ്റ്റീരിയൽ സ്റ്റാഫിലെ ഏറ്റവും സീനിയർ മോസ്റ്റ്, നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിൽ ഒരു ക്ലർക്കേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഫാർമസിയുടെ ചാർജുള്ള ആണ് മെമ്പേഴ്സ്. അപ്പോൾ അവര് ലോക്കൽ പർച്ചേസ് കമ്മിറ്റി കൂടുകയും അവർ അംഗീകരിക്കുകയും ഈ പർച്ചേസ് അംഗീകരിക്കുകയും വേണം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ചെറിയ പർച്ചേസുകൾ ഒഴികെ ബാക്കിയെല്ലാം ലോക്കൽ പർച്ചേസ് കമ്മിറ്റികൾ അംഗീകരിച്ചു എന്ന് മിനിറ്റ്സിനകത്ത്, അതിനകത്ത് DHSന്റെ ഉത്തരവിനകത്ത് കണ്ടത് 15,000 മുതൽ 1 lakh വരെയുള്ള കാര്യങ്ങൾക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങിച്ച് കൊട്ടേഷൻ ടെൻഡറിന്റെ കാര്യം നമുക്ക് വഴിയേ പറയാം. പിന്നെ ഏതെങ്കിലും ഐറ്റം വാങ്ങിച്ചാൽ അത് ബന്ധപ്പെട്ട സ്റ്റാഫ് ആരാണോ അതിന്റെ റിക്വസ്റ്റ് തന്നത് അവരായിരിക്കും സ്റ്റോക്ക് എടുക്കേണ്ടി വരിക. അപ്പൊ അതിനകത്ത് സ്റ്റോക്ക് എടുത്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം, അതുപോലെ തന്നെ ആ സ്റ്റോക്ക് എടുത്തു എന്നുള്ള കാര്യം വൗച്ചറിൽ അഥവാ നമ്മുടെ ബില്ലിൽ എഴുതി ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഈ വൗച്ചർ പാസ്സാക്കി നൽകാൻ പാടുള്ളൂ. എപ്പോഴും നമ്മുടെ അടുത്ത് ബില്ല് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ ഒരു ചെക്ക് ലിസ്റ്റ് നോക്കുക. ആദ്യം റിക്വസ്റ്റ് ഉണ്ടോ, എസ്റ്റിമേറ്റ് വേണ്ടതാണെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടോ, NIC വേണ്ടതാണെങ്കിൽ NIC ഉണ്ടോ, എസ്റ്റിമേറ്റ് ഉള്ളതാണെങ്കിൽ അതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, പിന്നെ ലോക്കൽ പർച്ചേസ് കമ്മിറ്റി കൂടിയതായിട്ട് മിനിറ്റ്സിനകത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് മിനിറ്റ്സ് ബുക്കിനകത്ത് മതിയാകും. അങ്ങനെയുള്ള നോക്കിയിട്ട് മാത്രം നമ്മൾ പാസ്ഡ് ഫോർ പേയ്മെന്റ് എഴുതി കൊടുക്കുക. എപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മൾ ധൃതിയിൽ ഈ പറയുന്ന, കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, ഒരു സൈനും എമർജൻസി അല്ല. മെഡിസിൻ കൊടുക്കുന്ന പോലെ എല്ലാ സൈനിനെ കാണേണ്ടത്. സൈൻ വളരെ അത്യാവശ്യം ആലോചിച്ചിട്ട് മാത്രം നമ്മൾ സിഗ്നേച്ചർ ഇട്ടാൽ മതി. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഈ ബില്ല് പാസ്സാക്കാൻ പാടുള്ളൂ. ഒരു ബില്ലും നമുക്ക് തന്നെ പിറകോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു ബില്ലും പാസ്സാക്കിയതിനു ശേഷം നമ്മൾ അതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എടുത്ത് നോക്കാൻ പോകുന്നില്ല. അന്നേരം പാസ്സാക്കി, അല്ലെങ്കിൽ ചെക്ക് ഒപ്പിടേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ അന്നേരം പാസ്സാക്കേണ്ടതാണെങ്കിൽ അന്നേരം നോക്കി എന്നല്ലാതെ ഇനി ഇതൊക്കെ ഈ ക്ലാസ് എടുക്കുന്ന ഞാൻ പോലും ഈ വർഷം ഒപ്പിട്ട ഒരു ബില്ലും ഞാൻ ഇനി നോക്കില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ആ പാസ്സാക്കലോടുകൂടി എന്റെ മെമ്മറിയിൽ നിന്ന് അത് പോയി, എന്റെ ശ്രദ്ധയിൽ നിന്ന് അത് പോയി. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നമ്മൾ ബില്ല് പാസ്സാക്കുന്നത് ആ സമയത്ത് ഇതൊക്കെ ഉണ്ട് എന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക. സ്റ്റോക്ക് എടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ സ്റ്റോക്ക് എടുക്കാം, പ്രത്യേകിച്ച് മാർച്ചിലൊക്കെ സംഭവിക്കുന്നതാണ്. പിന്നേക്ക് സ്റ്റോക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ഒരിക്കലും അനുവദനീയമല്ല. അതൊക്കെ മറന്നു പോകാനാണ് ഏറ്റവും സാധ്യത. പിന്നെ 1,000 റുപ്പീസിന് മുകളിലുള്ള പർച്ചേസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രം പണം നൽകുന്നതാണ്. എക്സെപ്റ്റ് ഇപ്പം എന്താണ് നമ്മളെ ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ ആൾ വന്നു, അപ്പൊ അവർക്ക് പെട്ടെന്ന് ക്യാഷ് കൊടുക്കേണ്ടി വന്നു, അങ്ങനെയുള്ള ചില എമർജൻസി കേസുകൾ ഒഴികെ, ചിലപ്പോൾ ഒരു 3,000-4,000 രൂപ വാങ്ങിക്കാം. അങ്ങനെയുള്ള കേസുകൾ ഒഴികെ പരമാവധി ബാക്കിയെല്ലാം എബോവ് 1,000 ആണെങ്കിൽ അതിനൊരു ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രം പണം നൽകുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനിയാണ് ആ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ കാര്യം പറയുന്നത്. ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ കാര്യം പിന്നെ അതിന്റെ അതിന്റെ ഘടന എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. 2017 DHSന്റെ ഉത്തരവിനകത്താണ് അത് കണ്ടിട്ടുള്ളത്. അത് പിന്നെ സ്റ്റോക്ക് പർച്ചേസ് മാനുവലിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അതിനകത്ത് ചെയർമാൻ ആയിട്ടുള്ളത്. ഏറ്റവും സീനിയർ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി മിനിസ്റ്റീരിയൽ സ്റ്റാഫാണ് അംഗം. അതുപോലെ തന്നെ സീനിയർ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസ് വിങ് ആണ് അതിന്റെ അംഗമായിട്ടുള്ളത്. പിന്നെ അത് ഇന്റേണൽ ആയിട്ടുള്ള പിന്നെ മറ്റ് ഇന്റേണൽ അല്ലെങ്കിൽ മറ്റ് എക്സ്പേർട്സിനെയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നത് തെറ്റില്ല. അതായത് ഏതെങ്കിലും രീതിയിൽ മറ്റു രീതിയിൽ ഇപ്പം ഒരു IEC ചെയ്തു, അപ്പൊ IECയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടതാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എക്സ്പേർട്ടിനൊക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. എന്തായി കഴിഞ്ഞാലും 15,000 മുതൽ 1 lakh വരെയുള്ള തുകയ്ക്കുള്ള പർച്ചേസുകൾ നടത്തുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ട് എന്നുള്ളതും ഈ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പൊ ആ കമ്മിറ്റി ചെയ്യേണ്ടത് ഇതാണ്. ആ കമ്മിറ്റി കൂടുക. പിന്നെ അതിനുശേഷം ഈ ഒരു കമ്മിറ്റി ഒരു സർട്ടിഫിക്കറ്റ്
എഴുതി സൂക്ഷിക്കേണ്ടതാണ്. അതായത് certified that the members of the purchase committee are jointly and individually satisfied that the stores recommended for purchase are of the requisite specification and quality, priced at the prevailing market rate, and the supplier recommended is reliable and competent to supply the stores in question എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി എഴുതിയിട്ടാണ് അവർ സൈൻ ചെയ്യേണ്ടത്. പിന്നെ NIC കാര്യം പറഞ്ഞു. NIC നമ്മുടെ ഇപ്പം KMSL വഴി DDMS സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് നമുക്ക് NIC കൊടുക്കാം. പിന്നെ നേരിട്ട് കാരുണ്യ ഫാർമസിയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അതിന് NIC ആവശ്യമില്ല ഒരു സർക്കുലർ വേറെയുണ്ട്. പിന്നെ റേറ്റ് കോൺട്രാക്റ്റുള്ള സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം. അതിനകത്തും അത് KMSL ഒരു ഡോക്യുമെന്റിനകത്താണ് അത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ റേറ്റ് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ആ റേറ്റ് കോൺട്രാക്ട് ഇപ്പോൾ ഒരു ഓട്ടോക്ലേവ് വാങ്ങിക്കണം. അപ്പോൾ ഒരു പിന്നെ വെർട്ടിക്കൽ ഓട്ടോക്ലേവിനും പിന്നെ KMSL ഒരു റേറ്റ് കോൺട്രാക്ട് ഉണ്ട്. പക്ഷേ ആ റേറ്റ് കോൺട്രാക്ട് എന്ന് വരെയാണ് എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ആ റേറ്റ് കോൺട്രാക്ടിന്റെ പീരീഡിൽ മാത്രമേ അതായത് KMSCL-ലുമായിട്ട് റേറ്റ് കോൺട്രാക്ട് ഉള്ള കമ്പനികളും അതിന്റെ എക്യുപ്മെന്റ്സും KMSCL അതിന്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ആ റേറ്റ് കോൺട്രാക്ട് ഉണ്ട് എന്നുള്ളൊരു ഫയൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഓട്ടോക്ലേവിനൊക്കെ ചിലപ്പോൾ 1 lakh 2 lakhs ഒക്കെ വില വരും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ടെൻഡറൊക്കെ വിളിക്കേണ്ടതാണ്. അത് ഒഴിവാക്കാനായിട്ട് ആ കമ്പനിയിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങിക്കാം. പക്ഷേ ഈ ഒരു റേറ്റ് കോൺട്രാക്ട് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഡോക്യുമെന്റ് നമ്മുടെ ഫയലിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. പിന്നെയുള്ളത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഡയറക്റ്റ് പർച്ചേസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് കെൽട്രോണിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാം, ആർട്കോ നേരിട്ട് വാങ്ങിക്കാം എന്നുള്ളതൊക്കെയാണ്. ശരിയാണ് ഒരു പരിധി വരെ, പക്ഷേ എല്ലാ കാര്യങ്ങളിലും ശരിയല്ല. അതായത് സ്റ്റോർ പർച്ചേസ് റൂളിൽ ഇവർക്ക് ഇളവ് നൽകിയിട്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആർട്കോയ്ക്കോ സിഡ്കോയ്ക്കോ അല്ലെങ്കിൽ കെൽട്രോണൊക്കെ ആണെങ്കിൽ ഇന്ന കാലയളവിൽ, അതായത് ഇന്ന ദിവസം തൊട്ടിട്ട് ഇന്ന ദിവസം വരെ, മിക്കവാറും 1 വർഷമായിരിക്കും, അവർക്ക് ഈ പറയുന്ന സ്റ്റോർ പർച്ചേസ് റൂൾസിൽ നിന്നും ഇളവ് നൽകിയിരിക്കുന്നു. എന്തിനാണ് ശരിക്കും ഇത് ചെയ്യുന്നത്? ഇവരൊക്കെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിസിനസ് അല്ലെങ്കിൽ അവർക്കുള്ള വരുമാനം അല്ലെങ്കിൽ കച്ചവടം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ്, അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് വിറ്റഴിക്കുക. ഇപ്പോൾ കെൽട്രോൺ എവിടെ നിന്നെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിച്ച് അതിനകത്ത് കെൽട്രോൺ എന്നും കൂടെ എഴുതി വെക്കുന്നതിന് സർക്കാർ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് അവർ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതായത് ഹിയറിംഗ് എയ്ഡ്സ്, LED ലൈറ്റ്സ് തുടങ്ങിയവയൊക്കെയാണ് നേരിട്ട് വാങ്ങിക്കാനായിട്ട് ഉത്തരവുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആർട്കോ സിഡ്കോയുടെ കാര്യം പറയാനുള്ളത്, അവർക്ക് എപ്പോഴും ഇളവ് കൊടുക്കുന്നത് 1 ഇയറിലേക്കായിരിക്കും. അപ്പൊ നമ്മളിപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പം അറ്റ് പ്രസന്റ് അവർക്ക് ഇളവുണ്ടോ എന്നുള്ള ഉത്തരവ് നമ്മൾ നോക്കണം. അതിന് ഒന്നുകിൽ ഈ ജിയോ കാണാൻ ഈ ലിങ്കിൽ ഡയറക്റ്റ് പർച്ചേസിന്റെ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് ഇപ്പം ഇളവുണ്ടോ. രണ്ടാമത്തെ കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഇളവ് നൽകിയിട്ടുള്ള ഉത്തരവിനകത്ത് ഇന്ന കാര്യങ്ങൾക്ക്, അതായത് ഒരു മേശ, ആ മേശയ്ക്ക് ഇന്ന സ്പെസിഫിക്കേഷനുള്ള ഒരു മേശയ്ക്കാണ് ഇളവ് നൽകിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതേ മേശ, അതായത് ആ ഇളവ് നൽകിയിട്ടുള്ള സാധനം മാത്രമേ വാങ്ങിക്കാവൂ. പലപ്പോഴും എനിക്ക് കണ്ടിട്ടുള്ളത് ആർട്കോ വലിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതിന് ഇളവ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, പലപ്പോഴും ഓഡിറ്റേഴ്സ് അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതി വെക്കുന്നത് കാണുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞു, അവരുടെ ബിസിനസിനെ പ്രോത്സാഹിപ്പിക്കാനാണ് സർക്കാർ ഇളവ് നൽകുന്നത്. അപ്പോൾ ആർട്കോയ്ക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ആ മൊത്തം ബില്ലിന്റെ 50% കൂടാത്ത തുകയ്ക്ക് അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ നേരിട്ട് വാങ്ങിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഫാർമസി സെറ്റ് ചെയ്യുകയാണ്, അതിന്റെ പുറമെ ഒരു ടിവിയും കൂടെ വേണമെന്ന് വെച്ചോ. ടിവിക്ക് 40,000 രൂപയാണ്. അപ്പൊ നമ്മൾ അവിടെ 1 lakhന്റെ ഒരു കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്നും വാങ്ങിക്കുമ്പോൾ 50%, അതായത് 50,000, ഈ 1 lakh ആണെങ്കിൽ 50,000 രൂപയിൽ കൂടാത്ത തുകയ്ക്കുള്ള ഒരു സാധനം അവർക്ക് നേരിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാം. അതിന് നമ്മൾ ടെൻഡർ വിളിക്കേണ്ട. അതായത് അവിടെ നമ്മൾക്ക് രക്ഷപ്പെടുന്നത് നമ്മൾ ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിക്കേണ്ട എന്നുള്ള കാര്യമാണ്. അതായത് അവരുടെ ബില്ലിൽ നിന്നും പിന്നെ ബില്ലിന്റെ മൊത്തം തുകയിലും 50%-ലും കൂടാത്ത തുകയ്ക്കുള്ള ഒരു സാധനം അവർക്ക് വാങ്ങിച്ചു നൽകാം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. കഥ ഇത്രയും പറഞ്ഞെങ്കിലും ഇപ്പം നിലവിൽ അതില്ല എന്നും കൂടെ പറയുകയാണ്. ആ ഇളവും കൂടി എടുത്തു കളഞ്ഞിട്ടുള്ളതാണ്. ബേസിക്കലി ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ. ഏത് പൊതുമേഖലാ സ്ഥാപനമാണെങ്കിലും അവർക്ക് ഇപ്പോൾ നിലവിൽ ഇളവുണ്ടോ എന്നും ആ ഇളവ് നൽകിയിട്ടത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ അവരുടെ അടുത്ത് നിന്നും ഈ പറയുന്ന ടെൻഡർ കൊട്ടേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ
നമ്മൾ വാങ്ങൽ തുടങ്ങുന്നത് നമ്മളൊരു പിന്നെ നമ്മുടെ സ്റ്റാഫിന്റെ അടുത്ത് നിന്നും റിക്വസ്റ്റ് കിട്ടുന്നതോടുകൂടിയാണ്. അപ്പൊ റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് ഏകദേശം എത്ര രൂപ ആകും എന്നറിയാം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കണോ, കൊട്ടേഷൻ വഴി വാങ്ങിക്കണോ, ലിമിറ്റഡ് ടെൻഡർ വഴി വാങ്ങിക്കണോ, ഓപ്പൺ ടെൻഡർ ആണോ, ഈ ടെൻഡർ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. അതിനകത്ത് തന്നെ ഒരു കാര്യം പറയാനുള്ളത്, എന്തെങ്കിലും പർച്ചേസ് നടപടിക്രമത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഒരിക്കലും ഈ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പാടില്ല. അതായത് ഒരു സ്ഥലത്തേക്ക് ഫർണിച്ചർ വാങ്ങിക്കണം. അപ്പൊ നമ്മൾ 1 lakh ആണ് പെട്ടെന്ന് വാങ്ങിക്കാം എന്നുള്ളത് കൊണ്ട് 25,000 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ പിന്നെ 1.5 lakhs ആണെങ്കിൽ അതിനെ 50,000 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊട്ടേഷൻ വഴി വാങ്ങിക്കാൻ പാടില്ല. അതായത് ഒരു ഫണ്ടിൽ നിന്നും ഒരേ പർപ്പസിന് ഏകദേശം ഒരേ കാര്യങ്ങൾ, ഒരേ വിധത്തിലുള്ള സാധനങ്ങൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ടെൻഡർ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാത്രം നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതും ഓഡിറ്റ് ഒബ്ജക്ഷൻ നേരിടും. അപ്പൊ നമ്മൾക്ക് ഒരേ ഫണ്ട് സോഴ്സിൽ നിന്നും ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ പരമാവധി നമ്മൾ അതിന് എന്താണോ പാലിക്കേണ്ടത് അത് തന്നെ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ടെൻഡർ ആണെങ്കിൽ ടെൻഡർ തന്നെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക, സ്പ്ലിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ്, അതായത് കൊട്ടേഷൻ, ടെൻഡർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടാതെ വാങ്ങിക്കാവുന്നതിനുള്ള ലിമിറ്റ്സ് ആണ്. അത് LSTD പ്രൊജക്ട് ഉപയോഗിച്ച് വാങ്ങിക്കുന്നതിനൊരു ലിമിറ്റ് ആണ്. നമ്മുടെ മറ്റ് NHM, HMC പോലെ സ്റ്റോർ പർച്ചേസ് റൂൾസ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വാങ്ങിക്കുന്നതിന് മറ്റൊരു ലിമിറ്റ് ആണ്. LSTD പ്രോജക്റ്റിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിമിറ്റ്സ് ഇപ്രകാരമാണ്. ഡയറക്റ്റ് പർച്ചേസ് 5,000 വരെ മാത്രമേ അവർ അനുവദിച്ചിട്ടുള്ളൂ. അതിനകത്ത് തന്നെ ഇത് കൊട്ടേഷൻ വഴി വാങ്ങാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുകയാണെങ്കിൽ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകളും നമ്മൾ കൊട്ടേഷനോ ടെൻഡറോ വാങ്ങിക്കണം, വിളിച്ചിട്ട് വേണം വാങ്ങിക്കാൻ. അതായത് അതിനകത്ത് തന്നെ ലിമിറ്റ് ഉള്ളത് ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിലാണെങ്കിൽ PHCM ആണെങ്കിൽ തീർച്ചയായിട്ടും മിക്കവാറും ഒരു ഗ്രാമപഞ്ചായത്തായിരിക്കും. അത് 25,000 വരെ അല്ലെങ്കിൽ 24,999 വരെ മാത്രമേ കൊട്ടേഷൻ വഴി വാങ്ങിക്കാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. അതിന് മുകളിലുള്ള പർച്ചേസ് ഒക്കെ LSTD പ്രോജക്റ്റിന്റെ കാര്യത്തിനകത്ത് അത് ലിമിറ്റഡ് ടെൻഡറോ അല്ലെങ്കിൽ ഓപ്പൺ ടെൻഡറോ വഴി തന്നെ വാങ്ങിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നഗരസഭ, കോർപ്പറേഷൻ ആണെങ്കിൽ 5,000 രൂപയ്ക്ക് മുകളിൽ 49,999 വരെ അവർക്ക് ഈ പറയുന്ന കൊട്ടേഷൻ വഴി വാങ്ങിക്കാം. അതിന് മുകളിലാണെങ്കിൽ ലിമിറ്റഡ് ടെൻഡർ വഴി അല്ലെങ്കിൽ ഓപ്പൺ ടെൻഡർ വഴി വാങ്ങിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ LSTD പ്രോജക്റ്റ് അല്ലാതെയുള്ള ബാക്കി എല്ലാ സ്റ്റോർ പർച്ചേസ് മാനുവൽ ഫോളോ ചെയ്യുന്ന എല്ലാ NHM ഫണ്ട് അല്ലെങ്കിൽ HMC ഫണ്ട് ഇതിനെല്ലാം ആണെങ്കിൽ കൊട്ടേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് 15,000 രൂപയുടെയുള്ള പർച്ചേസുകൾ നടത്താം. അതിന് മുകളിൽ 15,001 മുതൽ 1 lakh വരെ ആണെങ്കിൽ കൊട്ടേഷൻ വഴിയും, അതിന് മുകളിൽ 10 lakhs വരെ ലിമിറ്റഡ് ടെൻഡർ വഴി വാങ്ങിക്കാം, ഓപ്പൺ ടെൻഡർ വഴിയും വാങ്ങിക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ലിമിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ക്ലാസ് ഒരുപാട് നീണ്ടുപോകും. ആകെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിമിറ്റ്സ് അനുസരിച്ചിട്ട് നമ്മളത് നോക്കണം എന്നുള്ളതാണ്. ലിമിറ്റഡ് ടെൻഡർ എങ്ങനെയാണ്, ഓപ്പൺ ടെൻഡർ എങ്ങനെയാണെന്നായിരിക്കും കുറെ പേർക്ക് സംശയം ഉണ്ടാകും. ഇപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് ഈ PDF തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണോ വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ വാങ്ങിക്കേണ്ടത് അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യുക. പ്രധാനമായിട്ടും ഇവിടെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടേഷൻ നോട്ടീസ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വ്യാപകമായിട്ടുള്ള പബ്ലിസിറ്റി നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നും, കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ ആൻഡ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം, അതിനകത്ത് ചേർക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷനിലേക്ക് നേരിട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഓഡിറ്റ് ഒബ്ജക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ വൗച്ചേഴ്സ് സൂക്ഷിക്കുന്നതിനെ പറ്റിയാണ്. വൗച്ചേഴ്സ് നല്ല രീതിയിൽ നമുക്ക് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്ന് വൗച്ചറുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സാമ്പത്തിക വർഷവുമാണ്. അപ്പൊ ഞാൻ വൗച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് റിക്വസ്റ്റ്, അതിനുശേഷം എസ്റ്റിമേറ്റ് വേണമെങ്കിൽ എസ്റ്റിമേറ്റ്, NIC വേണമെങ്കിൽ NIC, പിന്നെ അതിന്റെ വർക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതൊപ്പം തന്നെ അവസാനമാണ് പിന്നെ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടോ നോക്കി. അപ്പൊ അതൊക്കെ കൂടുന്നതാണ് ശരിക്കും പറഞ്ഞ ഒരു വൗച്ചർ അല്ലെങ്കിൽ ഒരു ബില്ലിന്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഓരോ സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ മാസത്തിലാണെങ്കിൽ അത് ആദ്യമായിട്ട് HMC ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ NHM ക്യാഷ് ബുക്കോ അതിനകത്ത് ഏപ്രിൽ മാസത്തിൽ വരുന്ന ആദ്യത്തെ എൻട്രി ആണ് ഒന്നാമത്തെ വൗച്ചർ. ആ സമയത്ത് അവിടെ പേയ്മെന്റ് കൊടുത്ത ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ വൗച്ചറായിട്ടും അതിന്റെ വൗച്ചർ നമ്പർ 1/2
ഇപ്പൊ 24-25 ആണെങ്കിൽ 24-25, 25-26 ആണെങ്കിൽ 25-26 എന്നുള്ള രീതിയിൽ സീരിയലി എഴുതിയിട്ട് പോകണം. അതേ വൗച്ചർ നമ്പർ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിനകത്തും വരണം. അപ്പൊ നമ്മൾക്ക് വേണമെങ്കിൽ പിന്നീടൊന്ന് നമ്മൾക്ക് പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്കും എളുപ്പമാണ്. നമ്മളിപ്പം ഒരു 1-2 മാസം കഴിയുമ്പോൾ നമുക്ക് നോക്കി ക്യാഷ് ബുക്കിന്റെ എല്ലാ രജിസ്റ്റേഴ്സും എല്ലാ വൗച്ചേഴ്സും ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ വൗച്ചർ നമ്പർ, ഒന്നാമത്തെ വൗച്ചർ നമ്പർ ക്യാഷ് ബുക്കിനകത്ത് ഉള്ളത് ഇതാണ്. അപ്പൊ അതിന്റെ നേരെ അതിന്റെ ചെറിയൊരു പർട്ടിക്കുലേഴ്സും കൂടി എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഇലക്ട്രിസിറ്റി ആണോ, വാട്ടർ ചാർജ് ആണോ, എന്താണോ, അല്ലെങ്കിൽ ഇതിനാണ് അത് ചെലവാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അലമാര വാങ്ങിച്ചു, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിച്ചു, അതിനാണെങ്കിൽ ആ ഒരു കാര്യം കൂടി എഴുതിയിട്ട് അതിന്റെ വൗച്ചർ നമ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സെറ്റ് ഓഫ് ഈ വൗച്ചേഴ്സിൽ നിന്നും ഓരോ സീരിയലിൽ വെച്ച വൗച്ചേഴ്സ് നോക്കാനും എടുക്കാനും എല്ലാം എളുപ്പമായിരിക്കും. അപ്പോ HMCന്റെ ക്യാഷ് ബുക്ക് പിന്നെ സൂക്ഷിക്കുന്നതിനകത്ത് നേരത്തെയുള്ള സർക്കിൾ ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ വൗച്ചേഴ്സിനകത്ത് ഉള്ള ഓഡിറ്റ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ഈ പറയുന്ന രീതിയിൽ നമ്പർ രേഖപ്പെടുത്തിയിട്ട് ക്രമമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് തന്നെ അവർക്ക് നല്ലൊരു സൗകര്യമാണ്. അപ്പോൾ വെറുതെ അവരെ ചൊറിയാൻ തിരിക്കുക, ഓഡിറ്റേഴ്സിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓഡിറ്റ് സെക്ഷൻ വരാൻ സാധ്യത. അപ്പൊ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ അവർ കാര്യമായിട്ടൊന്നും എഴുതാതെ പോയേക്കാം. അപ്പോൾ ആ വൗച്ചർ നമ്പർ സീരിയലി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പർച്ചേസ് കമ്മിറ്റി പറഞ്ഞു, NIC പറഞ്ഞു, കൊട്ടേഷൻ, അതിന്റെയൊക്കെ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കണം എന്നുള്ളതാണ്. പിന്നെ വൗച്ചർ പാസ്സാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്റ്റോക്ക് എടുത്തു എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഫുഡാണ് സപ്ലൈ ചെയ്തതെങ്കിൽ അതിനകത്ത് പങ്കെടുത്തവരുടെ അറ്റൻഡൻസ് നിർബന്ധമായിട്ടും വേണം. അതിന്റെ ഓഡിറ്റ് സെക്ഷൻ പിന്നീട് കാണിക്കാം. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ HMCയിൽ നിന്നാകട്ടെ ഏതിൽ നിന്നാകട്ടെ ഒരു ഫണ്ട് റിലീസ് ചെയ്യാൻ ഒരു ഓഫീസ് പ്രൊസീഡിങ്സ് ആക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ആക്കുന്നത് പലരും ചെയ്യാറില്ല, പക്ഷെ ചില ക്ലർക്കുമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഓഫീസ് പ്രൊസീഡിങ്സ് ആക്കിയിട്ട് ഇതുപ്രകാരം ഈ ഫണ്ട് പാസ്സാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 1000 രൂപയുടെ മുകളിലുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഈ പർച്ചേസുകൾ നടത്തി കഴിഞ്ഞാൽ കുറെ ഓഡിറ്റ് ഒബ്ജെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊരു സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഓഡിറ്റ് ഒബ്ജെക്ഷൻസ് ആണ്. ഒന്ന് 2009 അന്ന് ഒരു സ്റ്റീൽ ഗ്ലാസ് വാങ്ങിച്ചു, കൊട്ടേഷൻ നോട്ടീസ് മുതൽ ഒന്നും തന്നെ ഫയലിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊട്ടേഷൻ നോട്ടീസ് മുതലുള്ള തപ്പിയെടുക്കുകയോ അത് ഉണ്ടാക്കാനായിട്ട് മെനക്കെടണം. കൊതുകുവല വാങ്ങി, അതിനകത്തില്ല. പ്യൂരിഫയർ വാങ്ങി, അങ്ങനെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ ആ ഒരു എമൗണ്ട് നോക്കുമ്പോൾ കൊട്ടേഷൻ വേണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു എമൗണ്ട് എഴുതിയെടുത്ത് ഒരു ചെറിയൊരു പൂജ്യം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായി കഴിഞ്ഞാലും ഇവർ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ ഓഫീസർക്ക് ഇത്രയും ഓഡിറ്റ് ഒബ്ജെക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെയും ക്ലർക്കിന്റെയും ബാധ്യതയാണ് ഈ പറയുന്ന ഓഡിറ്റ് ഒബ്ജെക്ഷൻ നീക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ പിന്നെ തയ്യാറാക്കിയിട്ട് നമ്മുടെ ഓഡിറ്റേഴ്സിന്റെ ടീമിനെ കാണിക്കുക എന്നുള്ളത്. പിന്നെ പർച്ചേസിന്റെ നേരത്തെ കാണിച്ച അതേ സ്ലൈഡ് ഇതാണ് ഇതിനകത്തുള്ളത്. കൊട്ടേഷനകത്ത് ഒരു സ്പെസിഫിക്കേഷൻ തന്നെ അതിനകത്ത് വെക്കണം എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഫാർമസിയിൽ റാക്ക് സ്ഥാപിച്ചു, ശരിയാണ്. പക്ഷെ അതിനകത്ത് 97,000 ആണ് ചിലവഴിച്ചത്. പക്ഷെ കൊട്ടേഷൻ നോട്ടീസിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ, അതൊന്നെങ്കിൽ നമ്മൾക്ക് തന്നെ രേഖപ്പെടുത്താം ഇന്ന കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത്, നമ്മുടെ ലോക്കൽ പർച്ചേസ് കമ്മിറ്റി കൂടിയിട്ടോ മറ്റോ തന്നെ തീരുമാനിച്ച് രേഖപ്പെടുത്താം. പക്ഷെ അതിനായിട്ട് ഈ പറഞ്ഞ റാക്ക് സ്ഥാപിക്കാനായിട്ട് ആരെങ്കിലും അതിന് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനോ തരുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ കൊട്ടേഷൻ നോട്ടീസിൽ നമ്മുടെ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയോ മറ്റോ കൂടിയിട്ട് അതൊന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരു സിവിൽ വർക്ക്സ് HMC ഫണ്ട് ഉപയോഗിച്ച് നടത്തേണ്ടി വന്നു ഒരു മെഡിക്കൽ ഓഫീസർക്ക്. അതിനകത്ത് 25,550 രൂപയാണ് ചെലവാക്കിയത്. പിന്നെ അതിനകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് വർക്ക് എസ്റ്റിമേറ്റ് ഇല്ല, കംപ്ലീഷൻ, അതായത് കമ്പ്യൂട്ടർ ക്യാബിൻ നിർമ്മിച്ചു, അതായത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി വർക്ക് എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. കൊട്ടേഷൻ ക്ഷണിച്ചു, ശരിയാണ്. പക്ഷേങ്കിൽ ആ കൊട്ടേഷൻ ലഭിച്ച തീയതി സമയമൊന്നും അതിനകത്ത് ആ കവറിന്റെ പുറത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. അതൊക്കെ നമ്മുടെ മറ്റേ PDF-നകത്തുണ്ട്. പിന്നെ ഈ കൊട്ടേഷൻ നോട്ടീസിന് വേണ്ടത്ര പ്രചരണം നൽകിയിട്ടില്ല എന്നാണ് ഇവർ കണ്ടെത്തിയത്. അതായത് ഇതൊരു ഫേക്ക് കൊട്ടേഷൻ ആണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് എഴുതിയ ഒരു ഓഡിറ്റ് ആയിരിക്കും. അതായത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് കൊട്ടേഷൻ നോട്ടീസ് ഒക്കെ ആണെങ്കിൽ, ടെൻഡർ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പത്രത്തിൽ കൊടുക്കണം. കൊട്ടേഷൻ നോട്ടീസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചുറ്റുപാടുമുള്ള നമ്മുടെ ഓഫീസായ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ ഒക്കെ നമ്മൾ ഈ ഒരു കൊട്ടേഷൻ നോട്ടീസ് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. അതവിടെ കൊടുത്തു എന്നുള്ളതിന് തെളിവായിട്ട് നമ്മുടെ നോട്ടീസിന്റെ പിറകിൽ അവിടുത്തെ ഇനീഷ്യലും സീലും വാങ്ങിച്ച് നമ്മുടെ ഫയലിൽ വെക്കാം. അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നോട്ടീസിന് വേണ്ടത്ര പ്രചരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മുടെ ജില്ലയിലെ PR പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമെയിൽ ID ഉണ്ടാകും. അപ്പൊ അവർക്കൊരു ഇമെയിൽ അയക്കുക, നിങ്ങൾ ഇത് പത്രത്തിൽ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ പലപ്പോഴും അത് അങ്ങനെ പത്രത്തിൽ വരാറില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ശ്രമിച്ചിരുന്നു എന്ന് കാണിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ PRDയുടെ ഇമെയിൽ IDയിലേക്ക്, ജില്ലയിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമെയിൽ IDയിലേക്ക് അത് ഇമെയിൽ അയക്കുകയാണെങ്കിൽ അതും ഒരു പ്രൂഫായിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. പിന്നെ വർക്ക് ഓർഡർ കൊടുത്തിട്ടില്ല, പ്രവൃത്തി പൂർത്തീകരണ സാക്ഷ്യപത്രം ഇല്ല,
ഈ വാറ്റ് വെൽഫെയർ ഫണ്ടിന്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ നമ്മുടെ KGMOയ്ക്ക് തന്നെ ഈ ടാക്സിന്റെ ക്ലാസ് എടുത്ത അവരും തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഈ വാറ്റ്. അന്നേരം വാറ്റ് ആയിരുന്നു, എനിക്ക് തോന്നുന്നത് പഴയ സമയത്തെയാണ്. അപ്പൊ പിന്നെ TDS ഒക്കെ പിന്നെ ഈടാക്കുന്ന കാര്യം പറഞ്ഞതാണ്. അത് പിന്നീട് മറ്റൊരു സൈഡിൽ പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞതാണ്, അതായത് ഒരു വർക്ക് തന്നെയാണ്, പക്ഷെ ടെൻഡർ ക്ഷണിച്ചിട്ടാണ് അത് നടപ്പിലാക്കേണ്ടത്. പക്ഷെ അതായത് 1,90,250 1,09,250യുടെ വർക്കായിരുന്നു. അപ്പൊ അത് 3 കൊട്ടേഷനായിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് നടത്തി എന്നുള്ളതാണ്. ശരിക്കും ടെൻഡറാണ് വിളിക്കേണ്ടത്, നമുക്കറിയാം, അത് വിളിച്ചിട്ടില്ല. അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ എന്തെങ്കിലും രീതിയിൽ നമ്മളൊരു വർക്കാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ, അതായത് ഒരു സ്ഥാപനത്തിൽ വൃത്തിയാക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു മസ്റ്റർ റോളാണ് സൂക്ഷിക്കേണ്ടത്. ഇനി മസ്റ്റർ റോൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പൊ ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്യിപ്പിച്ചു, അതിനൊരു തുക വാങ്ങിച്ചു, അതിന് താഴെ പക്ഷേ നിങ്ങൾ വർക്ക് ഡൺ സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതിയിട്ട് മാത്രമേ നമ്മൾ, അതായത് പർച്ചേസ് അല്ല, മറ്റു രീതിയിലുള്ള വർക്ക് ആണെങ്കിൽ വർക്ക് ഡൺ സാറ്റിസ്ഫാക്ടറി എഴുതിയിട്ട് മാത്രമേ നമ്മൾ ആ തുക പാസ്സാക്കാവൂ എന്നുള്ളതാണ്. പിന്നെ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷനൊക്കെ വാങ്ങിച്ചു. പക്ഷേങ്കിൽ അവര് ശരിക്കും നമ്മളെ പലപ്പോഴും സംഭവിക്കുന്നതാണ്, കൊട്ടേഷൻ നമ്മൾ വിളിക്കും, 3 കൊട്ടേഷൻ താ എന്ന് തന്നെ പറയും. പക്ഷെ ഇതിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഭ്യമായ 3 കൊട്ടേഷനുകളിലും വിഷയം, കൈപ്പട, എഴുതിയ രീതി തുടങ്ങിയ സാമ്യമുള്ളതാണ്. അതായത് കൈയക്ഷരം ഒന്ന് തന്നെയാണ്, കൈയക്ഷരം എഴുതിയിട്ടുണ്ട് ഇവിടെ, കൈയക്ഷരം സാമ്യമുള്ളത് തന്നെയാണ്. ഇതിൽ നിന്നും കൊട്ടേഷനുകൾ ഒരാൾ തന്നെ വ്യത്യസ്ത പേരുകൾ നൽകിയതായിട്ട് ഓഡിറ്റ് അനുമാനിക്കുന്നു എന്നുള്ളതാണ്. സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അഴിമതിയായിട്ട് വേണമെങ്കിൽ വരാം. അതായത് നമ്മൾക്ക് നമ്മളോട് വിരോധമുള്ള ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഒരു അഴിമതിയായിട്ട് ഇത് പുറത്ത് കാണിക്കാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് കൊട്ടേഷൻ വിളിക്കുന്നു, നിങ്ങൾ തന്നെ 3 കൊട്ടേഷൻ തന്നോളൂ എന്ന് പറയുന്നു എന്നൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഇതുപോലെയുള്ള മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്. അതായത് ഇങ്ങനെയാണെങ്കിൽ ഒരേ ആൾ തന്നെ 3 കൊട്ടേഷനൊക്കെ എഴുതി തരികയാണെങ്കിൽ നമ്മളത് സ്വീകരിക്കില്ല. അതിൽ ഒന്ന് കണ്ടാലെങ്കിലും വ്യത്യാസം വരണം എന്നുള്ള കാര്യം നമ്മൾ പറയണം. പിന്നെ അതിനകത്ത് കൊട്ടേഷനകത്ത് ഡേറ്റ് ഇല്ല. പിന്നെ ഈ കൊട്ടേഷൻ ഉറപ്പിക്കുമ്പോൾ സമയത്ത് ഒരു എഗ്രിമെന്റ് വയ്ക്കേണ്ടതായിരുന്നു, അത് എഗ്രിമെന്റ് വെച്ചിട്ടില്ല. പിന്നെ വർക്ക് ഓർഡർ നൽകിയതിനൊരു ഇത് വേണം, ആ വർക്ക് ഓർഡർ നൽകിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുരുക്കായിരിക്കും. അപ്പൊ അതുപോലെയുള്ള കുരുക്കുകളിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കുക. പിന്നെ ഇതും എന്താണ്, ഈ കൊട്ടേഷൻ വിളിച്ച സമയത്തുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനകത്ത് ഈ ഒരു മെഡിക്കൽ ഓഫീസർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു സിവിൽ വർക്ക്സ്, അതായത് ആശുപത്രിയിലേക്ക് വേസ്റ്റ് കുഴി ഉണ്ടാക്കുന്നതിനാണ് പിന്നെ ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ അതിനകത്ത് കൊട്ടേഷനോ ടെൻഡറോ വിളിക്കാതെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിനകത്തുനിന്ന് ഈ പറയുന്ന എസ്റ്റിമേറ്റ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ചില പരിപാടികൾ, അതായത് നമ്മൾ പരിപാടിക്ക് ഫുഡ് കൊടുത്തതിനൊക്കെ നമ്മൾ ബില്ല് കൊടുക്കാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ എഴുതിയിട്ടുള്ളത് ഇതാണ്. അതെനിക്ക് കുറച്ചൊരു കൂടിയ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ടാണ് തോന്നിയത്. അതായത് സാംസ്കാരിക നിലയത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തേണ്ടി വന്നു. പക്ഷെ അവിടെ കസേര, മേശ തുടങ്ങിയ വാടകയ്ക്ക് എടുത്തു. എന്നാൽ അവിടെ സാംസ്കാരിക നിലയത്തിൽ കസേര ഇല്ല എന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കിയിട്ടില്ല. ഒരുപക്ഷെ അവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പിന്നെ കസേര ആവശ്യമുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഓഡിറ്റേഴ്സ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് സാംസ്കാരിക നിലയമല്ലേ, സ്വാഭാവികമായിട്ടും ഒരു കസേര ഉണ്ടാവില്ലേ എന്നുള്ളതാണ്. എന്ത് ചെയ്യുന്ന കഴിഞ്ഞാലും നമ്മൾ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് ബില്ല് നമ്മൾ പാസ്സാക്കുമ്പോഴും അതിന് റിക്വസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ ഇത് HI ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. HI എഴുതുമ്പോൾ HIനോട് എഴുതാൻ വേണ്ടി, ഇങ്ങനെ എഴുതാൻ വേണ്ടി പറയുക, ആ സാംസ്കാരിക നിലയത്തിൽ ഇന്ന പരിപാടി നടത്തുന്നുണ്ട്, നമുക്ക് അവിടെ ഇത്രയധികം ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്, ഇത്രയധികം ആൾക്കാർക്ക് ഇരിക്കാനുള്ള മേശ അല്ലെങ്കിൽ കസേര തുടങ്ങിയവ അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അത് വാടകയ്ക്ക് എടുക്കാനുള്ള അനുമതി നൽകണം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് എഴുതുവാണെങ്കിൽ ഈ പറയുന്നുള്ള ഉത്തരമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പറയുന്ന റിക്വസ്റ്റുകൾ ഈ രീതിയിൽ മോഡിഫൈ ചെയ്ത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു ഇത് നോക്കുക, ഒരു RRT മീറ്റിംഗ് നടത്തി. RRT മീറ്റിംഗ് നടത്തിയിട്ട് 6 പേർക്ക് ഫുഡ് നൽകി. അത് 1:30ക്ക് തുടങ്ങി 2:30ക്ക് അവസാനിച്ചു എന്നുള്ളതാണ് അവിടെ അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതൊക്കെ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നീട്. അതായത് ചിലപ്പോൾ DMOയിൽ വന്നവരെ തന്നെയായിരിക്കും ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 1 മണിക്കൂർ നേരത്തെ യോഗത്തിന് ഉച്ചഭക്ഷണം നൽകിയത് ശരിയായ നടപടിയല്ല. ശരിയാണ്, ഒരു 1 അവർ ഉള്ള ഒരു പരിപാടിയാണെങ്കിൽ എന്തിനാണ് ഇത്രയും പിന്നെ ലഞ്ച് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഒരു പിന്നെ ഹാഫ് ഡേ ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ കാണിക്കുക, അങ്ങനെ കാണിക്കാമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഫുഡിന്റെ ബില്ലൊക്കെ നമ്മൾ പാസ്സാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോക്കണം എന്ന് പറയാനാണ് പിന്നെ പറയാനുള്ളത്, ഇത് സൂചിപ്പിച്ചത്. പിന്നെ ഇത് മറ്റേ കസേരന്റെ പുറത്തുനിന്ന് വേറൊരു ഓഡിറ്റ് സെക്ഷൻ ആയിരുന്നു. അതായത് സ്കൂളിൽ വെച്ചിട്ട് ഒരു പരിപാടി നടത്തി.
അപ്പോൾ അതിനകത്ത് എന്താണ് സ്കൂൾ കുട്ടികളാണ് പങ്കെടുത്തത്. പക്ഷേ പിന്നെ അവിടെ സ്കൂളിൽ ബെഞ്ച് ഉണ്ടാവില്ലേ, എന്തുകൊണ്ടാണ് കസേര വാടകയ്ക്ക് എടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം ആണ് ഓഡിറ്റേഴ്സ് ചോദിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനുള്ള കസേര വാടകയ്ക്കുള്ള റിക്വസ്റ്റ് തരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എഴുതി ചേർക്കുകയാണെങ്കിൽ, അതായത് പിന്നെ അതിൽ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ആ സമയത്ത് ക്ലാസ് നടക്കുന്നതുകൊണ്ട് അവിടുന്ന് ബെഞ്ച് എടുക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് കസേര വാടകയ്ക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ തന്നെ ഒരു ഓഡിറ്ററായിട്ട് കാണുകയും ഇതിനെ എല്ലാത്തിനെയും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറെ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മളൊരു ഓഡിറ്ററായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ, ഇങ്ങനെയുള്ള കുനിഷ്ടുകൾ ചോദിക്കില്ലേ എന്ന് നമുക്ക് ഇപ്പോഴേ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ആ HIനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു റിക്വസ്റ്റ് എഴുതിപ്പിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പരിപാടികളുടെ ബില്ല് പാസ്സാക്കുമ്പോൾ അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫുഡിന്റെ ബില്ലാണ്. അതിനകത്ത് റിഫ്രഷ്മെന്റ് 43 പേർക്ക് 860 രൂപ കൊടുത്തു. പക്ഷെ അതിന്റെ അറ്റൻഡൻസ് വെച്ചു. അറ്റൻഡൻസിനകത്ത് 38 പേരേ ഉള്ളൂ. ഇതൊക്കെ നോക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെ ഒരു എമൗണ്ട് എത്ര പേർക്കാണോ ഫുഡ് അത്രയും പേരുടെ അറ്റൻഡൻസ് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ സ്റ്റോക്ക് ബുക്ക് നമ്മൾ നോക്കിയിട്ട് തന്നെ വേണം. നമ്മുടെ വെറുതെ എഴുതി സ്റ്റോക്ക് എൻറ്റേർഡ് എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പിടരുത്. എപ്പോഴെങ്കിലൊക്കെ ഈ സ്റ്റോക്ക് ബുക്കും കൂടെ എൻട്രിയും കൂടെ നമ്മൾ നോക്കണം. പിന്നെ ഇതൊരു സിവിൽ വർക്ക് ആയിരുന്നു. ഈ സിവിൽ വർക്ക് നടത്തിയത് MO പിന്നെ ഒരു സ്ഥലത്തെ നമ്മളെ ഇവിടുത്തെ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. അവിടെ ആ സമയത്ത് അവിടെ NHM ഫണ്ട് കിട്ടി, അൺറെയ്ഡ് ഫണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കാനായിട്ട് അവർ തീരുമാനിച്ചു. പക്ഷെ ഇതിനകത്തൊന്നും യാതൊരു തരത്തിലുള്ള എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ വർക്ക് ഓർഡർ തുടങ്ങിയവ അങ്ങനെയൊന്നും തന്നെ കൊടുത്തിട്ട് സോറി, എസ്റ്റിമേറ്റ് കൊടുത്തു. പക്ഷേ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ തുക അവിടെ ചെലവാക്കി. അതെന്തിനാണെന്ന് സാധൂകരിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വെൽഫെയർ ഫണ്ട് ടാക്സ് അതൊക്കെ ഒന്നും പിന്നെ ഈടാക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ആ വെൽഫെയർ ഫണ്ടിന്റെ ടാക്സിന്റെ കാര്യം പിന്നീട് പറയാം. ഇതും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻ ആണ്. പിന്നെ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. ലോക്കൽ പർച്ചേസ് കമ്മിറ്റി ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വെക്കേണ്ട കാര്യവും കൂടി പറഞ്ഞു. അതുപോലെ തന്നെയാണ് 1500 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു പിന്നെ പർച്ചേസ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഈ പറയുന്ന ലോക്കൽ പർച്ചേസ് കമ്മിറ്റി ഒന്നുമില്ല, അത് MOയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ അതേസമയം തന്നെ ഒരു സാക്ഷ്യപത്രം നമ്മുടെ സ്റ്റോർ പർച്ചേസ് റൂൾസിനകത്ത് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഐ ഇന്നയാൾ personally satisfied that these stores purchased are of the requisite quality and specification and have been purchased from a reliable supplier at a reasonable price എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എഴുതിയിട്ട് വേണം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 15,000 താഴെ ഉള്ള പർച്ചേസുകൾ നടത്താം. പക്ഷേ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വേണം. ഒരുപാട് എഴുതാനുള്ളത് കൊണ്ട് നമ്മുടെ തന്നെ ഒരു PHCയിലെ മെഡിക്കൽ ഓഫീസർ ആക്കിയതാണ് ഇങ്ങനെ ഒരു സീൽ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ഈ സീൽ അതിന്റെ മുകളിൽ പേര് മാത്രം എഴുതുക, പിന്നെ അതിന്റെ മുകളിൽ ഒപ്പിട്ടാൽ മതിയാകും. പിന്നെ ബേസിക്കലി പറയാനുള്ളത്, വൗച്ചറുകളിൽ വൗച്ചർ നമ്പർ എഴുതി സൂക്ഷിക്കണം. പിന്നെ അതിനകത്ത് ഈ പറയുന്ന പോലെ തന്നെ അത് ക്യാഷ് ബുക്കിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ വൗച്ചർ നമ്പറും എന്താണ് എന്നുള്ളൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും കൂടി അതിനകത്ത് എഴുതുക. പിന്നെ അതിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരിക്കണം. 1000-ന് മുകളിലുള്ള തുകയാണെങ്കിൽ പിന്നെ ആ സാക്ഷ്യപത്രം പരസ്യത്തിൽ കണ്ടിട്ടില്ല എന്തായാലും. പിന്നെ ട്രിപ്പ് ഷീറ്റ് ന്റെ കാര്യം പറയുന്നുണ്ട്. ട്രിപ്പ് ഷീറ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ വാഹനം വാടകയ്ക്ക് എടുക്കുന്നതാണെങ്കിൽ ട്രിപ്പ് ഷീറ്റ് തന്നെ വെക്കണം എന്നുള്ള കാര്യം. പിന്നെ പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുന്നതാണ് ഈ കാട് വെട്ട്, ശുചീകരണം ഇവയ്ക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് കൂലി കൊടുക്കുക എന്നുള്ളതാണ്. എത്രയാണ് അതിന്റെ നിരക്ക് എന്നുള്ളതാണ്. ഈ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനകത്ത് കണ്ടത് ബന്ധപ്പെട്ട തഹസിൽദാരിൽ നിന്നും ആണ് അതിന്റെ കൂലി നിരക്ക് വർഷാവർഷം അവരാണ് നിശ്ചയിക്കുന്നതാണ് എന്നാണ് കണ്ടത്. എന്തായാലും ഞാനത് കണ്ടിട്ടില്ല. നമുക്കത് ആ രീതിയിൽ കിട്ടുമോ എന്ന് നോക്കാം, അവരുടെ കൂലി നിശ്ചയിക്കാനായിട്ട്. പിന്നെ റെസീപ്റ്റ് ബുക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഓഫീസിൽ സ്റ്റോക്ക് എടുക്കണം. പിന്നെ വാഹനം സംബന്ധിച്ച് പൊതുവെ PHC MOസിന് ഉണ്ടാകാറില്ല. ഈ ഒരു സ്വന്തമായിട്ട് വാഹനം ഉള്ള PHCകൾ കുറവായതുകൊണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും പൾസ് പോളിയോ തുടങ്ങിയവയൊക്കെ നമ്മൾ വാഹനം വാടകയ്ക്ക് എടുത്തിട്ട് ഓടിക്കാറുണ്ട്. അപ്പോ ആ വാഹനം വാടകയ്ക്ക് എടുത്തതിന് നമ്മൾ ചിലപ്പോൾ ബില്ലും വെക്കാറുണ്ട്. പക്ഷെ ആ വാഹനത്തിന് ഏതെങ്കിലും രീതിയിൽ, അതായത് ഇതിനകത്ത് കാണുന്നത് സ്വകാര്യ വാഹനത്തിന് ഇന്ധനം നിറച്ചതിന്റെ രസീതിയാണ് ഹാജരാക്കിയത്. എനിക്ക് തോന്നുന്നത് അവർ മിക്കവാറും ഇതെടുത്തിട്ട് നമ്മളെ MVDന്റെ സൈറ്റിൽ പോയി നോക്കി അത് ആരുടെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് മനസ്സിലാകുന്നില്ല. എന്നായി കഴിഞ്ഞാലും പിന്നെ വാഹനത്തിന്റെ നമ്പറും ഒപ്പും ഒക്കെ, അതായത് വാഹനത്തിന്റെ ബില്ല്, സോറി, നമ്മളെ ഫ്യൂയൽ അടിക്കുന്നതിന്റെ ബില്ലാണെങ്കിൽ ആ വാഹനത്തിന്റെ നമ്പറും അതൊക്കെ ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. വാഹനം ഉപയോഗിച്ച ആളുടെ പേരും കൂടി ആ ബില്ലിന്റെ ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ
അതുപോലെ തന്നെ പഞ്ചായത്ത് പലപ്പോഴും പൾസ് പോളിയോക്ക് നമ്മൾക്ക് വാഹനം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വിട്ട് നൽകുകയും നമുക്ക് നമ്മളതിനകത്ത് നമ്മുടെ ഫ്യൂൽ അടിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അത് ലോഗ് ബുക്കിൽ എൻട്രി കൊടുത്തതിന്റെ, അതായത് നമ്മുടെ HMC മറ്റോ ആണ് അതിന്റെ തുക കൊടുക്കുന്നതെങ്കിൽ അവരുടെ ലോഗ് ബുക്കിനകത്ത് അത് എൻട്രി ചെയ്തതിന്റെ, വാഹനം ഇന്ധനം നിറച്ച് നൽകി കഴിഞ്ഞാൽ ആ എൻട്രി അവരുടെ ലോഗ് ബുക്കിനകത്ത് വരും. അപ്പൊ അതും കൂടി ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് വെക്കണം എന്നുള്ളത്. പിന്നെ ഇത് വാഹനത്തിന് മൈലേജ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. പലപ്പോഴും അത് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം വരാറില്ല. പിന്നെ മെഡിസിൻ കൊണ്ടുവരുന്നതിനായിട്ട് പലപ്പോഴും വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രസ്തുത വൗച്ചറിൽ ഇഷ്യൂ നോട്ട് നമ്പർ തീയതി സഹിതം എഴുതി ഫാർമസിസ്റ്റ് ഒപ്പ് രേഖപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അതായത് മെഡിസിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലത്ത് എത്തിക്കേണ്ടത് നമ്മുടെ KMSCയിലെ ഉത്തരവാദിത്തമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ വണ്ടി വിളിച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. പക്ഷെ അതിന് തെറ്റില്ല, HLC എന്നുള്ള ഫണ്ടും ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് ആ ഏത് ഇഷ്യൂ നോട്ട് പ്രകാരമുള്ള മെഡിസിൻ ആണ്, അതായത് ഒരേ കാര്യത്തിന് തന്നെ പിന്നെയും പിന്നെയും തുക മാറുന്നത് ഒഴിവാക്കാനായിരിക്കും അവർ ഇത് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഇഷ്യൂ നോട്ടിന്റെ നമ്പർ അടക്കം അതുപോലെ തന്നെ ഫാർമസിസ്റ്റിന്റെ ഒപ്പടക്കം അതിനകത്ത് രേഖപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. പിന്നെ LSTD പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നേരം വിളിക്കും എന്നുള്ളത് കൊണ്ട് അത് പറയുന്നില്ല. കാരണം ഞാൻ ഇതിന്റെ ക്ലാസ് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതിന് ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ, ആ ക്ലാസ് എടുത്തതിന്റെ വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കും. അതിനകത്ത് തന്നെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന 14ാം പഞ്ചവത്സര പദ്ധതിയുടെ റൂൾസ് ഒന്നും മാറാത്തതിനാൽ, വലിയ മാറ്റങ്ങൾ ഇല്ലാത്തതിനാൽ അതിന് ഒന്നും കൂടി ക്ലാസ് വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. പഴയ യൂട്യൂബ് വീഡിയോ കണ്ടാൽ മതിയാകും. ആകെയുള്ളത് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് തോന്നുന്ന പോലെ പ്രൊജക്ട് നടത്താൻ പാടില്ല. നമ്മുടെ പ്രൊജക്ട് മാർഗരേഖയിലുള്ള കാര്യങ്ങൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. പഞ്ചായത്തുകൾക്കാണെങ്കിൽ 2022 ഇറങ്ങിയിട്ടുള്ള 84/2022/LSTD എന്നുള്ള മാർഗരേഖയും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസിനകത്ത് 86/2022/LSTD എന്നുള്ള മാർഗരേഖയും, അതുപോലെ തന്നെ ഈ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും ബാധകമായിട്ട് സബ്സിഡി മാർഗരേഖയും, ഈ 3 മാർഗരേഖ നമ്മൾ നോക്കി അതിനകത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ പ്രൊജക്ട് വെക്കുകയും പൈസ ചെലവാക്കാനും പാടുള്ളൂ എന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പൊ വരുന്ന ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ, ഇവിടെ തന്നെ റീസെന്റ് ആയിട്ട് എനിക്ക് അറിയാവുന്ന പല MOസിനും വന്നിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്നുള്ളത്, എന്തുകൊണ്ട് മാർഗരേഖയിൽ പറയാത്ത കാര്യത്തിന് നിങ്ങൾ ഈ പ്രൊജക്ട് വെച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഈ പറയുന്ന പ്രൊജക്ട് മാർഗരേഖ, സബ്സിഡി മാർഗരേഖ, ഇതിനകത്തുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രൊജക്ട് വെക്കുകയും, നേരത്തെ പറഞ്ഞ ലിമിറ്റ്സ് പോലെയുള്ള, അതായത് പഞ്ചായത്തിന്റെ പ്രൊജക്ടിനാണെങ്കിൽ ഇത്രയാണ് പർച്ചേസ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഈ പറയുന്ന പ്രൊജക്റ്റുമായിട്ടുള്ള ഓഡിറ്റ് ഒബ്ജക്ഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിർത്തുന്നതിന് മുന്നേ ഒരു 5-6 കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് തോന്നുന്നത് 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, നേരത്തെ വിട്ടുപോയി, ഞാൻ പിന്നീട് സ്ലൈഡ് ഉണ്ടെന്ന് പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സെസിന്റെ കാര്യമാണ്. പിന്നെ ഒരു ബിൽഡിംഗ് ഡെമോളിഷന്റെ കാര്യമാണ്. പിന്നെ മരം മുറിച്ച് നീക്കുമ്പോഴുള്ളത് PGSRship ലീവ്, അൺഓതറൈസ്ഡ് ആബ്സൻസ്, ചാർജ് ഹാൻഡ് ഓവർ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സെസ്സും അതുപോലെ തന്നെ TDSും. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള പർച്ചേസ് അല്ലാതെ സിവിൽ വർക്ക്, അതായത് ഈ പറയുന്ന ഒരു ക്യാബിൻ കൺസ്ട്രക്ഷൻ, അലുമിനിയം ഫാബ്രിക്കേഷൻ പോലെയുള്ള കാര്യം, ഇപ്പൊ NHM ഫണ്ട് കുറവായതുകൊണ്ട് ഇത് കുറവാണ്. പക്ഷെ HMCയിൽ നിന്നെങ്കിലും നമുക്ക് എടുത്ത് ചെയ്യേണ്ടി വരാറുണ്ട് ചിലപ്പോഴെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് പിന്നെ നമുക്ക് 30,000 എബവ് ആണെങ്കിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനകത്ത് അത്രയും ആണെങ്കിൽ 1% TDS, ക്ഷേമനിധിയിലേക്ക് അടക്കണം. അത് ഇങ്ങനെയാണ് വരുന്നത്. ആ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സെസ് അടക്കുന്നത് ഈ ഒരു DD എടുത്തിട്ടാണ്. ആ DD എടുത്തിട്ട് ഈ ഒരു ഇതിലേക്ക് അയച്ചു കൊടുത്തിട്ട് ആണ് നമ്മൾ അടയ്ക്കാൻ പറ്റുന്നത്. ഓൺലൈനായിട്ട് അടക്കാനാണെങ്കിൽ ഈ ഒരു ബാങ്ക് നമ്പറും IFSCയും എന്തായി കഴിഞ്ഞാലും നമ്മൾ 30,000 എബവ് ഉള്ള പിന്നെ കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ പോലെയുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ 1% ഈ പറയുന്ന വെൽഫെയർ ബോർഡിന്റെ സെസ്സിലേക്ക് അടയ്ക്കണം. പിന്നെ 2% TDS ആണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു 1 lakhന്റെ മുകളിലാണെങ്കിൽ അതിന്റെ വ്യത്യാസമുണ്ട്. എന്തായി കഴിഞ്ഞാലും നമ്മളൊരു എഗ്രിമെന്റ് ഒരാളുമായിട്ടൊരു, അതായത് പർച്ചേസ് ഒഴികെയുള്ള കാര്യങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് പോലെയുള്ള വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അതിനകത്തുനിന്ന് TDS നിർബന്ധമായിട്ടും നമ്മൾ കിഴിവ് ചെയ്യുകയും അത് SBയിൽ ചെലാൻ വഴി അടക്കുകയും വേണം. ഇനി അടുത്ത് ഇതെന്നുള്ളത് സബ് സെന്റർ പോലെയുള്ള ബിൽഡിങ്ങുകൾ പൊളിക്കാനുള്ള ഒരു കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്തിലുള്ള ഏത് ബിൽഡിംഗ്, അത് പഞ്ചായത്തിൻ്റെതാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമ്മൾക്ക് അതിന്റെ രേഖ ഉണ്ടായാൽ മതി. പക്ഷെ ആരോഗ്യവകുപ്പിന്റെ അധീനതയിലുള്ള ഏത് ബിൽഡിംഗും ആണെങ്കിൽ അത് പൊളിച്ചു നീക്കുന്നതിന് നമുക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പ്രത്യേകമല്ല അനുമതി ആവശ്യമാണ്, നിർബന്ധമാണ്. ഇതിന് 2 എക്സെപ്ഷൻസേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ഏതെങ്കിലും രീതിയിൽ
നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ, അതായത് നമ്മൾക്ക് എന്തെങ്കിലും എന്താണ് മറ്റുള്ളവർക്ക് അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും കെട്ടിടമാണെങ്കിൽ, അതായത് നാളെ പൊളിഞ്ഞു വീഴും, നമ്മളെ ആരോഗ്യ ഡയറക്ടർക്ക് കത്തെഴുതി കാത്തിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നാളെ മറ്റന്നാളെ പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ DDMAയുടെ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പൊ പെർമിഷൻ എടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു എക്സെപ്ഷൻ പറയുന്നത് നമ്മുടെ KHRWS പോലെയുള്ള പേവാർഡിന്റെ കാര്യമാണ്. KHRWSന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ, ആരോഗ്യവകുപ്പിന്റെ ഭൂമിയിൽ അവർക്ക് കെട്ടിടം നിർമ്മിക്കാനായിട്ടുള്ള പെർമിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ഒരു കെട്ടിടം നമ്മുടെ അല്ല എന്നുള്ള ഓർമ്മ, അത് നമുക്ക് PHC FHC ഒന്നും കാര്യമില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ആ കെട്ടിടം നമ്മുടെയല്ല, അത് KHRWSന്റെ ആണ്. അപ്പൊ അത് പൊളിച്ചു നീക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ മറ്റോ, അല്ലെങ്കിൽ ആ കെട്ടിടം പൊളിക്കുന്നുണ്ടെങ്കിൽ അതിന് KHRWS തന്നെ അതിന് അനുമതി വേണം. അതൊന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ബിൽഡിംഗ് ഉണ്ട്, എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം അവിടെ ഇനി നടത്താനുണ്ട്, നമുക്ക് ബിൽഡിംഗ് പൊളിക്കണമെങ്കിൽ നമ്മൾ അനുമതി വാങ്ങാതെ ചെയ്യരുത് എന്നുള്ളതാണ് ബേസിക്കലി പറയാനുള്ളത്. രണ്ടാമതായിട്ട്, ഗവൺമെന്റ് ഇതിനെ കാണുന്നത്, ഗവൺമെന്റ് ഒരു പൈസ മുടക്കിയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, എന്തായി കഴിഞ്ഞാലും ഈ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാലെങ്കിലും കുറച്ച് പൈസ കിട്ടുമല്ലോ. അതായത് ബിൽഡിങ്ങിന്റെ കട്ടയ്ക്കും അല്ലെങ്കിൽ ചുമരിനും അല്ലെങ്കിൽ മരത്തിനൊക്കെ പൈസ ഉണ്ടാവുമല്ലോ, ആ പൈസയെങ്കിലും തിരിച്ച് ഗവൺമെന്റിന് കിട്ടണം എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിന് നിലവിൽ എത്ര വാല്യുവേഷൻ ഉണ്ട് എന്നുള്ള വാല്യുവേഷൻ എടുക്കേണ്ടതാണ്. ആ വാല്യുവേഷൻ എടുക്കേണ്ടത് അതായത് കൺസേൺഡ് എഞ്ചിനീയർക്ക് എടുക്കാം, അതായത് LSCDയുടെ എഞ്ചിനീയർക്ക് എടുക്കാം, PWD എഞ്ചിനീയർക്ക് എടുക്കാം. അവരത് KFC ഫോം 21 അല്ലെങ്കിൽ 17 ആ ഒരു വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് അവർ തരും. അതുപോലെ തന്നെ അതിനെ സർവേ റിപ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ അത് ബിൽഡിംഗ് ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും കൂടി തരും. ആ ബിൽഡിംഗ് അൺഫിറ്റ് ആണെങ്കിൽ ഈ പറയുന്ന വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും ഈ പറയുന്ന അൺഫിറ്റ് സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾക്ക് DMOയിലേക്ക് ഇതിന്റെ പെർമിഷൻ വേണ്ടിയിട്ട് അയക്കാം. അതിന് മുന്നേ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിൽഡിംഗ് പൊളിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം എടുക്കണം. അതായത് MOയ്ക്ക് തോന്നിയിട്ട് പൊളിക്കുന്നതല്ല എന്ന് കാണിക്കാനായിട്ടാണ്. ഒരുപക്ഷെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഈ പഴയ കെട്ടിടം പൊളിക്കുന്നത്, അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനായതുകൊണ്ടായിരിക്കാം. എന്നിരുന്നു കഴിഞ്ഞാലും ആ തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിന്റെ പകർപ്പും ഇവിടുന്ന് കിട്ടിയിട്ടുള്ള എഞ്ചിനീയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റും ഫിറ്റ് അല്ലെങ്കിൽ അൺഫിറ്റ് സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ DMOയിലേക്ക് അയക്കണം. അതിനകത്ത് തന്നെ ഫിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയതെങ്കിൽ നമ്മൾക്ക് അവിടെ പൊളിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ കൂടെ ഒരു ആവശ്യകതാ സാക്ഷ്യപത്രം, അതായത് നമ്മളെ ഇവിടെ ഈ ഒരു PHCക്ക് വേണ്ടിയിട്ട് ഇത്രയധികം തുക അനുവദിച്ചിട്ടുണ്ട്, ആ തുകയ്ക്ക് നമ്മൾക്ക് പുതിയ കെട്ടിടം പണിയാനുണ്ട്, പക്ഷെ ആ കെട്ടിടം പണിയുമ്പോൾ നമ്മൾ പഴയ ഒരു വർക്കിംഗ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കെട്ടിടം പൊളിച്ചേ തീരൂ, അതിന്റെ അതുകൊണ്ടാണ് ഇത് പൊളിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കഥ എഴുതി ഒരു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ ആവശ്യകത സാക്ഷ്യപത്രം എഴുതിയിട്ട് ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് മടങ്ങി വരും. അപ്പോൾ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഫിറ്റ് ഓർ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഫിറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ ഈ പറയുന്ന ആവശ്യകത സാക്ഷ്യപത്രവും എഴുതിയിട്ട് നമ്മൾ DMOയിലേക്ക് അയക്കും, DMO അത് DHSലേക്ക് അയക്കും. അൺഫിറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ DHS തന്നെ പെർമിഷൻ നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഫൈനാൻസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു തീരുമാനം നമ്മൾക്ക് DHSൽ നിന്ന് നമുക്ക് മടങ്ങി വരും. അതിനുശേഷം മാത്രമേ നമ്മൾ പൊളിക്കാൻ പാടുള്ളൂ. ആ പൊളിക്കുന്നതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ചും കൂടി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് പൊളിക്കുമ്പോൾ ഓപ്ഷൻ ചെയ്യണം, അതിന്റെ ബിൽഡിങ്ങിന്റെ ആ പൈസ അടക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പിന്നെ മരം മുറിച്ച് നൽകേണ്ടതാണ്. ഇത് കുറച്ച് മുന്നേയുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ സ്ലൈഡിനകത്ത് കുറച്ച് മാറ്റം വരുത്താനുണ്ട്. അതായത് നിലവിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ കമ്മിറ്റി, അതായത് ഒരു ട്രീ കമ്മിറ്റിയുടെ ഘടന പുതിയ ഉത്തരവിനകത്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഉത്തരവിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ട്രീ കമ്മിറ്റി പിന്നെ എന്താണ് കൂടിയിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതിയും അവരുടെ വാല്യുവേഷനും, അതായത് കെട്ടിടത്തിന് പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ ഫോറസ്ട്രിയുടെ വാല്യുവേഷനും ആവശ്യമാണ്. ആ ഒരു വാല്യുവേഷൻ അവർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മരം മുറിക്കുന്നതിനുള്ള ഓപ്ഷൻ നടത്താം. ഓപ്ഷൻ നടത്തിയിട്ട് മിക്കപ്പോഴും അവർ തരുന്നത് കൂടിയ വിലയായിരിക്കും. അതിനകത്ത് ആരും ഓപ്ഷൻ എടുക്കാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾക്ക് അത് ഒരു 3 തവണ ഓപ്ഷൻ നടത്താം. അതിനകത്ത് ഒരു തവണയെങ്കിലും നമ്മളൊരു ലേലത്തുക ആരൊക്കെ ഉണ്ടെങ്കിലും വിളിപ്പിക്കണം. ആ വിളിപ്പിച്ച തുക എത്രയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേലധികാരിക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ തുകയ്ക്കുള്ള ഈ ലേലം ഉറപ്പിക്കാനുള്ള അധികാരം കൊടുത്തിട്ടാണ് നിലവിലെ ഉത്തരവിനകത്തുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ PG SRship തുടങ്ങിയ ലോങ് ലീവ്, പ്രത്യേകിച്ച് നമ്മൾക്ക്
സർവീസിലുള്ളവരായിരിക്കുമ്പോൾ സർവീസ് കോട്ടയിൽ PG കിട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ലോങ് ലീവിൽ പോകേണ്ടി വരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് PG കിട്ടിക്കോട്ടെ, SRship കിട്ടിക്കോട്ടെ, നമ്മൾ DHSന്റെ NOC ഇല്ലാതെ റിലീവ് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും സംഭവിക്കാൻ നമ്മൾക്ക് PGയുടെ അലോട്ട്മെന്റ് കിട്ടും, 2 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയും. ശരിയാണ്, ജോയിൻ ചെയ്യാം. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ റിലീവ് ആയിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് ശരിക്കും ഇതിന്റെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു കേരള PG പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സാമിനേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ മേലധികാരി, അതായത് നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആയിട്ട് DHSനെ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ DHSനെ അറിയിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ശരിക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്രാവശ്യം ഈ കേരള PG എക്സാം എഴുതാൻ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കേരള PG ഈ മീൻസ് നീറ്റ് PG എഴുതിയിട്ടുണ്ട്. നീറ്റ് PG ചെയ്തതിനു ശേഷം കേരള PG കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ എന്നെ ഈ പറയുന്ന സർവീസിൽ നിന്ന് റിലീവ് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് റിലീവ് ചെയ്യുന്നതിനുള്ള NOC നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ NOC കിട്ടാറുണ്ട്. അങ്ങനെ NOC വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ. അല്ല എങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും നമുക്ക് NOC വാങ്ങിക്കാം. NOCക്ക് അപ്പോൾ അലോട്ട്മെന്റ് അല്ലെങ്കിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലേക്കുള്ള PG പഠിക്കാനായിട്ട് റിലീവ് ചെയ്തുകൊണ്ട് NOC നൽകുന്നു എന്നുള്ള DHSന്റെ ഉത്തരവ് നമുക്ക് കിട്ടും. ആ ഉത്തരവ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒഫീഷ്യലി നമ്മൾ റിലീവ് ചെയ്യാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് പോയിട്ട് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഒഫീഷ്യലി നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് ജോയിൻ ചെയ്യുന്നത് NOC കിട്ടിയതിന് ശേഷമുള്ള ഡേറ്റിനായിരിക്കണം. ആ NOC കിട്ടിയതിന് ശേഷമുള്ള ഡേറ്റിൽ നമുക്ക് നമ്മുടെ ഒരു ഓഫീസ് പ്രൊസീഡിങ്സ് ആക്കിയിട്ട് തന്നെ നമുക്ക് അവിടുന്ന് റിലീവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഒരു ഈ പറയുന്ന ലോങ് ലീവ് അപ്ലിക്കേഷനുള്ള ഒരു ഫോം ഉണ്ട്. അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ആ ഫോം ആണ് നമ്മൾ അയക്കേണ്ടത്. അതിനകത്ത് ഒരു ഡിക്ലറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്യാൻ പറ്റും. ഒരു 10ഓളം കാര്യങ്ങൾ. അതായത് ഒന്നാമത്തേത് ഒരു വൈറ്റ് പേപ്പറിൽ ഹെൽത്ത് സെക്രട്ടറിക്ക് അഡ്രസ് ചെയ്ത ഒരു അപേക്ഷ. അതായത് ഞാൻ ഇന്ന ഡേറ്റ് മുതൽ, അതായത് നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റിനകത്തുള്ള ഡേറ്റ് വരെ മാത്രമേ നമ്മൾ എഴുതാവൂ. കുറച്ച് കാലം കൂടെ കൂട്ടി എഴുതാം എന്ന് വിചാരിക്കരുത്. നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റിനകത്ത് എത്രയാണോ ഡേറ്റ് ഉള്ളത് ആ ഡേറ്റ് വരെ എനിക്ക് PG പഠിക്കാനായിട്ട് LW ആവശ്യമാണ് എന്നുള്ള റിക്വസ്റ്റ് വൈറ്റ് പേപ്പറിൽ എഴുതുക. അതേ സ്ഥാനം തന്നെ നമ്മൾ DHSനെയും എഴുതുക. പിന്നെ നമ്മൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതാണെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന്റെ ഒരു കോപ്പി വെക്കണം. സർവീസ് റെഗുലറൈസ് ചെയ്തതാണെങ്കിൽ സർവീസ് റെഗുലറൈസ് ചെയ്തതിന്റെ കോപ്പി വേണം. അലോട്ട്മെന്റ് മെമ്മോ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കോപ്പി, അത് നിർബന്ധമായിട്ടും ആവശ്യം വരും. കാരണം അത് കിട്ടിയിട്ടാണല്ലോ നമ്മൾ റിലീവ് ചെയ്തിട്ട് പോകുന്നത്. പിന്നെ കോഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജിൽ നിന്ന് വാങ്ങിക്കണം. അതിനകത്ത് കോഴ്സ് എന്നിവരെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിരിക്കണം. ഇതുവരെ മാത്രമേ നമ്മൾ പിന്നെ ലീവ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. റിലീവിംഗ് ഓർഡറിന്റെ കോപ്പി, അതായത് നമ്മുടെ MO ആണെങ്കിൽ MO അല്ലെങ്കിൽ സൂപ്രണ്ട് ആണെങ്കിൽ സൂപ്രണ്ട് റിലീവിംഗ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരിക്കണം, അതിന്റെ കോപ്പി. പിന്നെ റിലീവിംഗ് RTC, പിന്നെ അതുപോലെ തന്നെ കോപ്പി ഓഫ് SLC കൂടെ വെക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഡിക്ലറേഷൻ ബൈ കാൻഡിഡേറ്റ് ദാറ്റ് ഡെപ്യൂട്ടേഷൻ ബെനിഫിറ്റ് ഹാസ് നോട്ട് ബീൻ അവൈൽഡ് പ്രീവിയസ്ലി, ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ഫോംസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഫോംസ് ഇവിടെ ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് ചെയ്താൽ കിട്ടും. അതായത് ഈ 10 സാധനങ്ങൾ കൂടാതെയുള്ള കാര്യങ്ങളാണ്. അത് ഇവിടെ നിന്ന് പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം. അപ്പോൾ അതും കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ്, ഇതിന്റെയൊക്കെ 4 കോപ്പി വേണം. ഇത് ആയിട്ടാണ് നമ്മൾ ലീവ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലീവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഉടനെ തന്നെ അത് ലീവ് സാങ്ഷൻ ആവില്ല. നമുക്കറിയാം ഒരു 180 ഡേയ്സിൽ കൂടുതലുള്ള ലീവ് ആണ് അപ്ലൈ ചെയ്തത്. നമ്മളെപ്പോഴും PG ലീവ് അങ്ങനെ ആയിരിക്കുമല്ലോ. അത് ആ ലീവ് അനുവദിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലീവ് അപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഓഫീസിൽ നിന്നും DMO വഴി DHS വഴി സെക്രട്ടറിയിൽ പോയിട്ട് അവിടുന്നാണ് അത് ഉത്തരവായിട്ട് വരിക. പലപ്പോഴും അങ്ങനെ ഉത്തരവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് നമ്മുടെ നമ്മുടെ സ്ഥലത്തേക്ക് അയച്ചു തരാറില്ല. അത് നമ്മൾക്ക് നമ്മുടെ ഈ ഓഫീസ് കേരള എന്നുള്ള ആ സൈറ്റിനകത്ത് പോയിട്ട് ചിലപ്പോൾ അതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കേണ്ടതായിട്ട് വരും. എന്തായി കഴിഞ്ഞാലും ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇപ്രകാരം നമ്മൾക്ക് ലീവ് പാസ്സായിട്ടില്ല എങ്കിൽ പലപ്പോഴും ഈ ലീവ് അപ്ലൈ ചെയ്യാൻ മറക്കുകയും ലീവ് പാസ്സാകാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ PG ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് പഴയ സാലറി വെച്ചുള്ള സാലറി അവർക്ക് കിട്ടും. പക്ഷേ ഇൻക്രിമെന്റ് പാസ്സാവണമെങ്കിൽ, അടുത്ത ഇൻക്രിമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ LWA പാസ്സാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ബുദ്ധിമുട്ടാകാറുണ്ട്. അതുകൊണ്ട് PGക്ക് വേണ്ടി പഠിക്കാനായിട്ട് LW എടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിവിലുണ്ടെങ്കിൽ ഈ കാര്യം അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. അടുത്തതായിട്ട് പറയാനുള്ളത്, അങ്ങനെ പോകുന്ന ആൾക്കാർ പിന്നെ PG കഴിഞ്ഞിട്ട് തിരിച്ച് ജോയിൻ ചെയ്യാൻ സമയത്തേക്ക്
നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഉത്തരവെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ LWA തീരുന്നത് അത് ഏത് പർപ്പസിലുള്ള LWA ആയി കഴിഞ്ഞാലും LWA തീരുന്നത് അതിന് 2 മാസം മുന്നേ DHSന് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു വെക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ DHS പോസ്റ്റിംഗ് ആക്കും. പക്ഷേ അഥവാ പോസ്റ്റിങ്ങിന് ഡിലേ ഉണ്ടെങ്കിൽ ആ പീരീഡ് റെഗുലറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിൽ 2 മാസം മുന്നേ തന്നെ DHSന് അപ്ലൈ ചെയ്തു എന്നുള്ളത് നമ്മൾ കാണിക്കണം. അതുകൊണ്ടാണ് അത് ഒരു ഉത്തരവ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾക്ക് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ലോങ് ലീവ് എടുക്കുന്നവർക്കും ബാധകം ആണ്. 2 മാസം മുന്നേ നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാകണം എന്നുള്ളത്. അത് നമുക്ക് DHSൽ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് അവിടെ ഇമെയിൽ അയക്കുകയോ നേരിട്ട് അവിടെ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുകയോ ചെയ്യാം. നമ്മുടെ സ്ഥാപനം വഴി പോകണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ലീവിൽ പോകുന്നവരുടെ SLI, GAS തുടങ്ങിയവ. അതും നമ്മൾ മറന്ന് പോകാൻ പാടില്ല. SLIയുടെ കാര്യത്തിനകത്താണെങ്കിൽ SLI നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെ തന്നെയാണ് SLI ഇൻഷുറൻസ് ഓഫീസർ അതിനെ കാണുന്നത്. അതായത് നമുക്കറിയാം, ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടൻ പീരീഡ് അത് അടച്ചിട്ടില്ല എങ്കിൽ, അതിന്റെ പ്രീമിയം അടച്ചിട്ടില്ല എങ്കിൽ അത് ലാപ്സ് ആയി പോകും. പിന്നെ നമ്മളത് റിവൈവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. അടച്ച തുക പോകുകയില്ല, പക്ഷെ അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ അത് റിവൈവ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെയാണ് ഈ SLI എന്ന് പറയുന്ന നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യവും. SLI നമ്മൾ മാസാമാസം അടക്കുന്നതാണ്. അത് 6 മാസത്തിൽ കൂടുതൽ അടച്ചിട്ടില്ല എങ്കിൽ ആ പോളിസി ലാപ്സ് ആയതായിട്ടാണ് SLIയുടെ ഓഫീസ് തന്നെ കാണുക. പിന്നീട് നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്നും എത്ര തന്നെ തുക ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സാധാരണഗതിയിൽ അതിനകത്തേക്ക് പോകാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന PG LWA പോലെ പോകുന്നുണ്ട് എങ്കിൽ SLI നമുക്ക് മുൻകൂറായിട്ട് നമ്മുടെ ഈ ഡിസ്ട്രിക്ട് ഇൻഷുറൻസിൽ പോയിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും, 1 വർഷത്തേക്കുള്ളത്. അപ്പോൾ 1 വർഷത്തേക്കുള്ളതേ അടക്കാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ SLIയുടെ പാസ്ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാകണം. അതിന്റെ ഒരു ഫോട്ടോ കോപ്പി കൊണ്ടുപോകണം. ആ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അവരത് പോയിട്ട് തിരിച്ച് ഫില്ല് ചെയ്തിട്ട് വരാൻ വേണ്ടി പറയും. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് പോവുക. 1 വർഷത്തേക്ക് അടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കാതെ ഓരോ 3 വർഷവും അത് അടക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോളിസി നമ്മൾ റിവൈവൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ റിവൈവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ പോളിസി നമ്മൾക്ക് ലൈവ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ പൈസ പോവുകയില്ല, പക്ഷെ നമ്മൾക്കതൊരു ലൈവ് പോളിസി ആയിരിക്കില്ല. GISന്റെ കാര്യത്തിനകത്താണെങ്കിൽ GIS ഇത് ഈ രീതിയിൽ മുൻകൂറായിട്ട് അടയ്ക്കാൻ പറ്റില്ല. നമ്മൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം നമ്മൾ ഈ പറയുന്ന ഡിസ്ട്രിക്ട് ഇൻഷുറൻസ് ഓഫീസിൽ അടയ്ക്കണമെന്നാണ്. കാരണം ആ ലീവ് പീരീഡിലേതും അടയ്ക്കണമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. GISന്റെ ആ പീരീഡിലേത് അടക്കണമോ എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഇൻഷുറൻസ് ഓഫീസിനകത്ത് ഒന്ന് വരുന്ന ക്ലാരിഫിക്കേഷൻ വരുത്താം. GPS കവറേജ് വേണമെങ്കിൽ മാത്രം അടച്ചാൽ മതി. പിന്നെ അടുത്തതായിട്ട് പിന്നെ പറയാനുള്ളത് അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾക്ക് ഏതെങ്കിലും സ്റ്റാഫ് നമ്മുടെ ഓഫീസിൽ നിന്നും അൺഓതറൈസ്ഡ് ആയി എന്നാൽ പിന്നെ വേറൊരാളെ നിയമിച്ചുകൂടെ എന്നൊക്കെയുള്ള സംശയം നമുക്ക് തോന്നാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് വേക്കൻസിയെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയില്ല. അങ്ങനെ വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ മറ്റൊരു സ്റ്റാഫിനെ നിയമിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു അൺഓതറൈസ്ഡ് ആബ്സെൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഒരു സ്റ്റാഫ് അദ്ദേഹം എന്തെങ്കിലും ചിലപ്പോൾ മാനുഷികമായ പരിഗണന കൊടുക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധത്തിനുള്ള അസുഖം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും വൈകാരികം ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വരാതിരിക്കാം, നമ്മൾക്ക് ഫോണിൽ വിളിച്ച് കിട്ടാതിരിക്കാം. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും അങ്ങനെ ഒരു 2-3 ദിവസം നമ്മൾക്ക് ഒഴിവ് കൊടുക്കാം. പക്ഷെ അതിനുശേഷവും അദ്ദേഹം അൺഓതറൈസ്ഡ് ആയിട്ട് തുടരുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് നമ്മുടെ സർവീസ് ബുക്കിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള നമ്മുടെ കേഡർ രജിസ്റ്റർ പോലെയുള്ള അതിനകത്തൊന്നും അദ്ദേഹത്തിന്റെ അഡ്രസ്സ് നോക്കി ആ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ നിലവിലെ അഡ്രസ്സ് അറിയാമെങ്കിൽ അതിനകത്തേക്ക് ഒരു രജിസ്റ്റേർഡ് തപാലായിട്ട് അയക്കുക. നിങ്ങളെ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നതായിട്ട് കാണുന്നില്ല, ഈ കത്ത് കിട്ടിയിട്ട് ഇത്ര പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ച് ജോലിക്ക് ഹാജരാകേണ്ടതാണ് എന്നുള്ളത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു അക്നോളജ്മെന്റ് കാർഡ് എന്നുള്ള AD കാർഡും കൂടെ വെക്കുക. ആ AD കാർഡ് തിരിച്ചു വരുന്നവരെ നമ്മൾ കാത്തിരിക്കുക. ഒന്നുകിൽ അയാൾക്ക് അത് ഡെലിവേർഡ് ആയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ അയാളത് വാങ്ങിക്കാതെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കാം. എന്ത് കഴിഞ്ഞാലും ഈ പറയുന്ന AD കാർഡ് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇയാളെ അൺഓതറൈസ്ഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ അൺഓതറൈസ്ഡ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നമ്മൾ ഫില്ല് ചെയ്യുകയും അതിന്റെ 4 കോപ്പി ഹാർഡ് കോപ്പി ആയിട്ട്, ഈ ഓഫീസ് ആണെങ്കിൽ പോലും അതിന്റെ ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ നമ്മുടെ DM ഓഫീസിൽ എത്തിക്കുമ്പോൾ മാത്രമേ അത് അൺഓതറൈസ്ഡ് റിപ്പോർട്ടിംഗ് പൂർത്തിയാകുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ആ ഒരു പറഞ്ഞ പ്രൊഫോമയുടെ ഹാർഡ് കോപ്പി കാണാൻ, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്കിൽ പോയാൽ മതിയാകും. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ചാർജ് ഹാൻഡ് ഓവർ ആണ്. നമ്മൾ ചാർജ് ഹാൻഡ് ഓവർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക നമ്മുടെ RTC ആണ്, അതായത് നമ്മുടെ KFC ഫോമിലുള്ള പിന്നെ RTC. അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു പ്രത്യേക ചാർജ്, അതായത് ഒരു പ്രത്യേക പൊസിഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള ആള്, അയാളുടെ കീഴിലുള്ള അയാളുടെ ഔദ്യോഗികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കളാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും
വെബ്സൈറ്റ് പോർട്ടൽ പോലെയുള്ള പാസ്വേഡുകളാകട്ടെ, അത് അടുത്ത ചാർജ് എടുക്കുന്ന ആൾക്ക് കൈമാറുന്ന ഒന്നാണ് ഈ ഒരു ചാർജ് ഹാൻഡ് ഓവർ ഷീറ്റ് എന്നുള്ളത്. അതിന്റെ ഒരു ഫോർമാറ്റാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു TA ഗ്രേഡ് 1 ചാർജ് ഹാൻഡ് ഓവർ ചെയ്തപ്പോഴാണ്. അപ്പൊ അയാളുടെ കയ്യിൽ അല്ലെങ്കിൽ അയാൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നതോ അല്ലെങ്കിൽ അയാളുടെ സ്റ്റോക്കായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അയാൾ ഒരു റിവോൾവിംഗ് ചെയർ, ഒരു സ്റ്റീൽ കമ്പ്യൂട്ടർ ടേബിൾ, ഒരു ലാപ്ടോപ്പ്, പിന്നെ ഹജ്ജ് വാക്സിനേഷൻ സീല്, പിന്നെ സീൽ ഓഫ് TA, പിന്നെ കുറച്ച് ഫയൽസ്, അയാളുടെ കയ്യിൽ പെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഫയൽസിന്റെ നമ്പേഴ്സ് ആണിത്. അത്രയും കാര്യങ്ങൾ അയാൾ കൃത്യമായിട്ട് അടുത്തയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ, അപ്പോൾ ഹാൻഡ് ഓവർ ചാർജ് എന്ന് പറഞ്ഞ ഇവിടെയും ടേക്കൺ ഓവർ ചാർജ് എന്ന് പറഞ്ഞ ഇവിടെയും അതിന്റെ താഴെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപന മേധാവിയും കൂടി ഇനീഷ്യൽ ചെയ്യേണ്ടതാണ്. ആ രീതിയിൽ ഇത്ര കാര്യങ്ങൾ അടുത്തയാൾക്ക് കൈമാറി എന്നുള്ള രീതിയിൽ ചാർജ് ഹാൻഡ് ഓവർ ഷീറ്റ് സൈൻ ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ചാർജ് ഹാൻഡ് ഓവർ പൂർത്തിയാകുന്നുള്ളൂ. അല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നമ്മൾ അവിടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. അപ്പൊ നമ്മൾ പഴയ ആളോട് പറഞ്ഞു, ഒന്ന് ഈ ചാർജ് ഹാൻഡ് ഓവർ ഷീറ്റ് തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അയാളത് തരുന്നില്ല എന്നാ പിന്നെ നമ്മളത് മറന്നുപോയി. അപ്പോൾ സംഭവിക്കുന്നത് 3 മാസത്തിനുള്ളിൽ അയാള് അത് തന്നിട്ടില്ല എങ്കിൽ, നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ, ആ 3 മാസത്തിനുള്ളിൽ അസ്യൂം ചെയ്യുകയാണ് നമ്മൾക്കെല്ലാം നമ്മൾ തന്നെ നോക്കി വെരിഫൈ ചെയ്ത് പിന്നെ നമ്മൾ സ്വയം ഏറ്റെടുത്തു എന്നുള്ളത്. അതായത് അതിനുശേഷമുള്ള കംപ്ലൈന്റ് ഒന്നും സ്വീകരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് അതിന് മുന്നേ അയാൾ എന്തെങ്കിലും ഒന്ന് കാണാണ്ടാക്കുകയോ അല്ലെങ്കിൽ തകരാറിലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അടക്കം ഈ പറയുന്ന പുതുതായിട്ട് ചാർജ് എടുത്ത ആൾക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 3 മാസത്തിനുള്ളിൽ ഈ ചാർജ് ഹാൻഡ് ഓവർ ഷീറ്റ് നിർബന്ധമായിട്ടും വാങ്ങിക്കുകയോ, അല്ലെങ്കിൽ ഇപ്രകാരം ചാർജ് ഹാൻഡ് ഓവർ ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയറിന് രേഖാമൂലം റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇല്ലെങ്കിൽ അയാൾ എന്തൊക്കെ അവിടെ കാണാതാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിൽ പിന്നെ തയ്യാറിലാക്കിയിട്ടുണ്ടോ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഈ പറയുന്ന പുതിയ ചാർജ് എടുത്ത ആൾക്കായിരിക്കും. അപ്പൊ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്ലൈഡായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ആരെങ്കിലും ഈ പറയുന്ന ക്ലാസ്സുകളിൽ പറയുന്നത് കേൾക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആ കാര്യങ്ങളെ പറ്റി ഒന്ന് വായിക്കുക. പിന്നെ നമ്മുടെ കളർ നോട്ട് കീപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ കീപ്പ് പോലെയുള്ള കാര്യത്തിനകത്ത് നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊന്ന് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നോക്കേണ്ട കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അതോടുകൂടി ഈ 2 സെഷൻ ഉള്ള ഈ ഒരു ക്ലാസ് ഇവിടെ അവോയ്ഡിങ് ഓഡിറ്റ് ഡിറ്റക്ഷൻ എന്നുള്ള ഒരു ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു. ഓക്കെ, ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്യാൻ വി യൂസ് കണ്ടിജന്റ് ഫണ്ട് ഫോർ സ്മോൾ ക്ലീനിങ് വർക്ക് ഓഫ് സബ് സെന്റർ? സബ് സെന്ററിന്റെ ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. LSD ഫണ്ട് ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റില്ല. ഓക്കെ, മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ചോദിച്ചോട്ടെ. ആ, നമ്മള് മെഡിസിൻ എടുക്കാൻ പോകുമ്പം വണ്ടി വാടക എടുത്താൽ ഇഷ്യൂ നോട്ട് അതിനകത്ത് ഇട്ടാൽ മതി. പക്ഷെ അപ്പം ഇമ്മ്യൂണൈസേഷൻ ഔട്ട്റീച്ചിനൊക്കെ വണ്ടി എടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാടക എടുക്കുമ്പോൾ ട്രിപ്പ് ഷീറ്റ് വെക്കുക. ട്രിപ്പ് ഷീറ്റ് വെക്കണം. ആ, അതെ അതെ. സർ, ഇ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പ്യൂട്ടറും മറ്റ് സാധനങ്ങളും നമ്മൾ മേടിക്കണമെങ്കിൽ അപ്പം ഈ കെൽട്രോണുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ, അതോ വേറെ മറ്റു രീതിയിൽ തന്നെയാണോ അത് ചെയ്യുന്നത്? ഇ ഹെൽത്തിന് മാത്രം അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാനത് വെരിഫൈ ചെയ്യാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഇ ഹെൽത്തിന് അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധന സമയം, കാരണം AMC എല്ലാം ഇ ഹെൽത്തിന്റെ കെൽട്രോണുമായിട്ടാണ് വരുന്നത്. അപ്പൊ അതെ 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 ഇ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രം നമുക്ക് ഇ ഹെൽത്ത് കെൽട്രോണിൽ നിന്ന് തന്നെ മേടിച്ചൂടെ? അപ്പം അല്ല, അതെ, അത് ആ ഒരു ഓർഡർ വെരിഫൈ ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല. ഇ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കെൽട്രോണിന് വാങ്ങിക്കാം എന്നുള്ളതുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ. ഇതിനകത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു DO ലെറ്റർ പ്രകാരം അതിന് സർവീസ് പ്രൊവൈഡർ ഇലക്ട്രോൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കത്തുണ്ട്. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടത് നിങ്ങളുടെ ഇ ഹെൽത്ത് നോഡൽ ഓഫീസറുമായിട്ട് ഒന്ന് ബന്ധപ്പെടേണ്ടി വരും. അതിനുള്ള എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ നമ്മുടെ
ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടല്ലോ ഈ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള. അപ്പം അവരുടെ അല്ല കയ്യിൽ നിന്നല്ലേ അവരല്ലല്ലോ അത് എടുക്കാൻ പറ്റുള്ളൂ. കെൽട്രോണിക് അല്ലാതെ എഞ്ചിനീയർ അല്ല അവരല്ല അവര് വഴി കെൽട്രോണിക് എഞ്ചിനീയേഴ്സ് അവര് വഴി കെൽട്രോൺ എഞ്ചിനീയേഴ്സ് വഴിയല്ലേ നമുക്ക് എസ്റ്റിമേറ്റ് അതെ അതെ എടുക്കാൻ പറ്റത്തുള്ളൂ ഈ അതെ ഹെൽത്ത് അതെ മാത്രം. അതെ അതെ മറ്റത് അപ്പം അത് നമുക്ക് ഈ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെ റിക്വയർമെന്റ് നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ സാധിക്കില്ലല്ലോ. ബേസിക്കലി അതിന്റെ ഫണ്ട് ഏതാണെന്നുള്ള പോലെ ഇരിക്കും. അതായത് ഇതിനു വേണ്ടി LSDD പ്രോജക്റ്റ് വെക്കാം എന്നുള്ളതാണല്ലോ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ LSDD പ്രോജക്റ്റ് വഴിയാണ് AMCയും ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ സാധന സാമഗ്രികളും അതെ മേടിക്കുന്നത്. അതെ 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 അപ്പം അപ്പം ലാസ്റ്റ് ഇയർ നമ്മള് കെൽട്രോൺ വഴിയാണ് ചെയ്തത്. ഒബ്ജക്ഷൻ ഒന്നും വന്നില്ല. ഇനി അതെ അതെ അല്ല കെൽട്രോൺ ആണ് അതിന്റെ അപ്പൊ സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിയിലുള്ള ഒരു DO ലെറ്റർ ഉണ്ട്. അതിനകത്ത് അത് പ്രകാരം അങ്ങനെ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ ഓക്കെ സാർ. ഈവനിങ് ഈ ലാബ് അങ്ങനെ ചെയ്യാൻ ഏജൻസി പറ്റുമായിരിക്കും. മേടിക്കുന്നത് ഓ ലാബ് ഏജൻസി മേടിക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ ഡയറക്റ്റ് വാങ്ങിക്കാനായിട്ട്? ലാബ് റിയേജന്റ് ഞാൻ കണ്ടിട്ടില്ല. ആർക്കെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? കൊട്ടേഷൻ വിളിച്ചാണോ എടുക്കേണ്ടത് അതൊക്കെ? അല്ല അതിനകത്ത് ചില സ്ഥാപനങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് റണ്ണിങ് കോൺട്രാക്ട് പോലെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പിന്നെ ആവശ്യമുള്ള അനുസരിച്ച്, കാരണം മിക്ക സാധനങ്ങളും ഷോർട്ട് എക്സ്പയറി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ള റണ്ണിങ് കോൺട്രാക്ട് ഒരു സ്ഥാപനമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തേക്ക്, ഈ ഒരു സാമ്പത്തിക വർഷത്തേക്ക് ഇവിടെ ഇന്ന കാര്യങ്ങൾ സപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിൽ റണ്ണിങ് കോൺട്രാക്ട്, അത് ടെൻഡർ തന്നെ വിളിക്കേണ്ടി വരും. കാരണം ആ വർഷത്തെ പർച്ചേസ് മിക്കവാറും 1 lakh അപ്പോൾ പോകാൻ സാധ്യതകളുണ്ട് എന്നുള്ളതുകൊണ്ട് അത് വിളിക്കുകയും ഏതെങ്കിലും ഒരു സ്ഥാപനവുമായിട്ട് നിയർ ബൈ ആയിട്ടുള്ള സർജിക്കൽസോ അതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് റണ്ണിങ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ചെയ്യാം. അത് തെറ്റില്ല. ഉള്ളൊക്കെ ആണെങ്കിൽ ടെൻഡർ വിളിക്കേണ്ടി വരും അല്ലേ സർ? അതായത് ആ ഒരു പർച്ചേസ് അല്ല, ആ 1 ഇയറിലേക്കാണ് നമ്മൾ കോൺട്രാക്ട് വെക്കുന്നത്. ആ 1 ഇയറിലെ മൊത്തം പർച്ചേസ് മിക്കവാറും 1 lakhന്റെ അബവ് പോകുന്നു തോന്നുകയാണെങ്കിൽ നമ്മൾ ടെൻഡർ വിളിക്കേണ്ടി വരും. ഓക്കെ സർ. ഓക്കെ. സർ ഗുഡ് ഈവനിങ്. ഇത് ഒരു ലീവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡൗട്ടാണ് സർ. സർ ഞങ്ങൾ ക്ലർക്ക് FHCയിൽ പുതിയ ക്ലർക്കാണ്. പുള്ളി OA ആയിട്ട് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇവിടത്തേക്ക് പുതിയ പോസ്റ്റിംഗ് കിട്ടിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് റിലീവായി പിറ്റേ ദിവസം ഇവിടെ ജോയിൻ ചെയ്തു. അപ്പം ഇപ്പം ജോയിൻ ചെയ്തിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. അദ്ദേഹത്തിന് 52 ഏൺഡ് ലീവ് നേരത്തെ ഉള്ള പോസ്റ്റിൽ ഉണ്ട്. അപ്പം ഇപ്പം വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ 50 ദിവസം ഏൺ ലീവ് ചോദിക്കുന്നു. ഇത് ഇപ്പം നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ സർ? ലീവിന്റെ കാര്യമൊന്നും ഞാൻ എന്തായാലും ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ സർ, താങ്ക് യു. FHC എളംകുളം ഈസ് കണ്ടംനേഷൻ ഓപ്ഷൻ മണി ടു ബി പുട്ട് ഇൻ HMC or ട്രഷറി. കണ്ടംനേഷൻ്റെത് ഞാൻ അതിന്റെ മാനുവൽ നോക്കിയതിന് ശേഷം മാത്രം പറയാം. ഞാൻ ഓഫ് ഹാൻഡ് ആയിട്ട് ഒരു ആൻസർ പറയുന്നില്ല. ഓക്കെ. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷിൻസി, യെസ്, വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ അതെ നമുക്ക് അതെ ചെയ്യാം അല്ലേ? അതെ 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 അതെ. ഓക്കെ, സോ താങ്ക് യു സച്ചിൻ ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത്രയും ഒരു ഡൗട്ട് കൂടി വന്നിട്ടുണ്ട്. ക്യാൻ FHC ഇംപ്ലിമെന്റിംഗ് മെഡിക്കൽ ഡയാലിസിസ് യൂണിറ്റ് ഇൻ പഞ്ചായത്ത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ DHSന്റെ ഉത്തരവുള്ളത് താലൂക്ക് ഹോസ്പിറ്റലിൽ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിന് പ്രത്യേക പെർമിഷൻ, ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാനാണെങ്കിൽ പ്രത്യേക പെർമിഷൻ DHSന്റേതായിട്ട് എടുക്കേണ്ടി വരും. കിട്ടാനായിട്ട് യാതൊരു സാധ്യതയുള്ള, ഇവിടെ നമ്മുടെ കണ്ണൂരിലാണെങ്കിൽ അതിന്റെ RO പ്ലാന്റ് അടക്കം വാങ്ങിച്ചിട്ട് വെറുതെ കിടക്കുന്ന സ്ഥാപനങ്ങളുണ്ട് തുടങ്ങാൻ പറ്റാതെ. പിന്നെ
ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു തലവേദനയാണ്. കാരണം അത് റണ്ണിങ് മറ്റ് കോസ്റ്റുകൾ, അതായത് സ്റ്റാഫിനെ എങ്ങനെ നിയമിക്കും. കാരണം നമ്മൾക്ക് FHCയിലേക്ക് നിലവിൽ ഒരു ഡോക്ടറും പാരാമെഡിക്കൽ സ്റ്റാഫിനെയുമാണ് നിയമിക്കാനായിട്ട് പ്രൊജക്ട് വഴി നിയമിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് തലവേദനയുണ്ട്. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ DHSന്റെ പെർമിഷൻ എടുക്കാൻ നോക്കുക. കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സർ, ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ട്, ഈ പാലിയേറ്റീവ് കെയറിൻ്റെ. അത് ഈ പേഷ്യൻസിനെ, സിക്കായിട്ടുള്ള പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പഞ്ചായത്തിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടത്? അല്ല, ആ ആംബുലൻസ് ആ പാലിയേറ്റീവിന്റെ ഓട്ടത്തിനല്ലാത്ത ഓടുന്ന സമയത്താണെങ്കിൽ പിന്നെ അതിനു വേണ്ടി കൊടുക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ തുക ഈ പറയുന്ന പാലിയേറ്റീവ് പ്രൊജക്ടിനകത്തുനിന്ന് വാങ്ങിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ലോഗ് ബുക്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും ഇത്? ലോഗ് ബുക്കിൽ എഴുതിയിട്ട് പോകാം. സെപ്പറേറ്റ് മീൻസ് അന്നത്തെ ഓട്ടത്തിൻ്റെതായിട്ട് തന്നെ കാണിക്കാം, പർപ്പസ് ഇതും കാണിക്കാം. പക്ഷെ അതിന്റെ ഓട്ടത്തിന് ചെലവായിട്ടുള്ള തുക ഇതിനകത്തുനിന്ന് കൊടുത്തതായിട്ട്, നമ്മുടെ പാലിയേറ്റീവ് പ്രൊജക്ടിനകത്ത് നിന്ന് കൊടുത്തതായിട്ട് കാണിക്കാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള ഓട്ടങ്ങൾക്ക് HMC ഒരു റേറ്റ് ഫിക്സ് ചെയ്യുകയും ആ റേറ്റ് ഈ പറയുന്ന ആൾക്കാരിൽ നിന്നും, ഏത് പേഷ്യന്റിനാണോ ഓടിയത്, അത് ഈടാക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. സർ, HMCയിൽ എത്ര വയ്ക്കാൻ പറ്റും നമ്മുടെ ഏരിയയിലുള്ള ആളിനെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്? അത് പൈസ ഇല്ലാത്ത ആൾക്കാരാണ്, പൂവറായിട്ടുള്ള ആൾക്കാർ. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് HMC തീരുമാനം എടുക്കേണ്ടി വരും, ആ രീതിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓടുന്നതിന്. ഓക്കെ ഓക്കെ. അതിന് ഇത്ര സ്പെസിഫിക് എമൗണ്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു സർ. സർ, ഒരു ഡൗട്ട്. ലോക്കൽ പർച്ചേസ് കമ്മിറ്റി കൂടി 15,000 തൊട്ട് 1 lakh വരെയുള്ള സാധനം പ്രൊക്യൂർ ചെയ്യുന്നിടത്ത് നമ്മൾ സ്റ്റോർ പർച്ചേസ് മാനുവലിൽ 7.4 ആണ് പാരഗ്രാഫ് പറയുന്നത്. അപ്പൊ നിലവിലെ സ്റ്റോർ പർച്ചേസ് മാനുവലിൽ ഈ പാരഗ്രാഫ് 7.4 ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ആണോ? പക്ഷെ ഈ നിലവിലെ നമ്മുടെ DHSന്റെ ഉത്തരവിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ കണ്ടത്. പറഞ്ഞ ലോക്കൽ പർച്ചേസ് കമ്മിറ്റിയുടെ കാര്യം അത് ഡിലീറ്റഡ് ആണ് എന്നുള്ളതെങ്കിൽ ഈ ഉത്തരവ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നിലവിൽ അവരുടെ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതിൽ ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. എന്നാലും അങ്ങനെയാണെങ്കിൽ DHSന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ സർ. സർ, അതുപോലെ LSCD സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ നമുക്ക് ഡോക്ടറും പാരാമെഡിക്കലും ലാബ് ടെക്നീഷ്യൻ എക്സ്ട്രാ ആയിട്ട് നിയമിക്കാൻ പറ്റുമോ? അതിനകത്ത് തെറ്റില്ല. ആ LSD പ്രൊജക്ടിനകത്തിന്റെ മാർഗരേഖത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റു രീതിയിൽ ലാബ് ടെക്നീഷ്യന്റെ സേവനം ലഭ്യമാക്കാൻ, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേനയോ മറ്റോ ലാബ് ടെക്നീഷ്യന്റെ സേവനം ലഭ്യമാക്കാൻ സാധിക്കാത്ത അവസരത്തിൽ പ്രൊജക്ട് വഴി നിയമിക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് നിയമിക്കാൻ, അതായത് അങ്ങനെ ലഭ്യമാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മൂന്നാമതായിട്ട് നിയമിക്കുന്നതിനകത്ത് തെറ്റില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് അങ്ങനെ ഉറപ്പുവരുത്തും. താങ്ക് യു സർ. ഈവനിങ് കോപ്പി ഡോക്ടറെ ഉള്ള കോൺട്രാക്ട് ബേസിലാണ് ആദ്യം നിയമിച്ചത്. അത് മാറ്റി ഡെയിലി വേജസ് ആണ് ഇപ്പൊ നിയമിച്ചത്. അത് അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പോ കോൺട്രാക്ട് ബേസിലാക്കാൻ പറ്റുമോ? അല്ല, അത് പിന്നെ നമ്മുടെ പ്രൊജക്റ്റ് ആണോ? അതെ, പ്രോജക്റ്റ് ആണ് ഈവനിങ് കോപ്പി അല്ല, അത് ഡോക്ടറെ. തെറ്റില്ല. പക്ഷേങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ നിയമിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയാണല്ലോ അവരെ നിയമിക്കുന്നത്. അപ്പൊ അവരെ ഏൽപ്പിക്കുന്ന കോൺട്രാക്ട് ശരിക്കും നമ്മൾ ശരിക്കും അതിന്റെ റെക്കോർഡിക്കലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കോൺട്രാക്ട് അവരുമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ആ കോൺട്രാക്ടിനകത്ത് ഇവര് ഡെയിലി വേജസ് ആണോ അല്ല ശരിക്കും പിന്നെ കൺസോളിഡേറ്റഡ് പേ ആണോ എന്നൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ആ കോൺട്രാക്ട് വയലേറ്റ് ചെയ്യേണ്ട കാര്യം നിലവിലില്ല. ആ കോൺട്രാക്ട് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ടായിരിക്കണം. അതിന് പഞ്ചായത്തിന്റെ അനുമതിയും ആവശ്യമാണ്. അതല്ല, അവരെ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ കോൺട്രാക്ട് ഡെയിലി വേജസ് ആകുമ്പോൾ എനിക്ക് ലീവ് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് കിട്ടണമെങ്കിൽ ഞാൻ കോൺട്രാക്ട് ബേസിലേക്ക് മാറ്റണം. ശരിക്കും നമ്മൾ ഈ ഒരു ഇതിന്റെ ക്ലോസ് ഇതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഡെയിലി വേജസ് ആണ് നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവർക്ക് എന്ത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം എടുത്തത്. അതെ അതെ, ശരിക്കും ഡെയിലി വേജസ് ആണ് ഏറ്റവും നല്ലത്. ഇനി കോൺട്രാക്ട് ബേസിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യേണ്ടൂ. കാരണം നമ്മൾ നിലവിൽ അവരുമായിട്ട് പോകുന്ന കോൺട്രാക്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ ഡെയിലി വേജസിന്റെ കോൺട്രാക്ട് ആയിരിക്കും. അത് മാറ്റാനായിട്ട് നമ്മൾ പഞ്ചായത്തിന്റെ അനുമതി വേണം. അനുമതി ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റും അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. പിന്നെ ക്യാൻ വി ബൈ ഡയാലൈസർ ആൻഡ് ട്യൂബ് യൂസിങ് ഹെൽത്ത് ഗ്രാൻഡിൽ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അതിനകത്ത് ഒരു ഡയഗ്നോസ്റ്റിക് പർപ്പസിനുള്ള കാര്യങ്ങളല്ലേ വാങ്ങിക്കാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. Who is in charge to implement ambulance service of Panchayat? If medical officer, what are the to be monitored to avoid audit objection?
അതായത് നിലവില് പഞ്ചായത്ത് ആംബുലൻസുകൾ HMC തന്നെ ഉപയോഗിച്ചിട്ട് റൺ ചെയ്യണമെന്നല്ലേ നിലവിലുള്ള ഓർഡറിനകത്തുള്ളത്? അത് പഞ്ചായത്ത് പ്രൊജക്ട് അതിന് വെക്കാൻ പറ്റില്ല എന്നല്ലേ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അതായത് പഞ്ചായത്ത് പ്രൊജക്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആംബുലൻസ് ഓടിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ആംബുലൻസ് ഡ്രൈവറിന് HMCയുടെ ഡിസിഷൻ ഉണ്ടെങ്കിൽ ഡ്രൈവർക്ക് ബാറ്റ നൽകുന്നതിൽ തടസ്സം ഉണ്ടാവും? അല്ല, അത് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് സാലറി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡെയിലി ബത്ത എന്നുള്ള രീതിയിൽ അനുവദിക്കാൻ പറ്റില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ സാർ. സാറേ, ഈ ഹബ് ആൻഡ് സ്പോക്ക് ഈ ലാബിൻ്റെ ഫെസിലിറ്റിക്ക് രണ്ട് രീതിയിലുള്ള ഞങ്ങളുടെ ഒരു ബ്ലോക്കിൽ നിന്നൊരു റൊട്ടേഷൻ അനുസരിച്ച് വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് ഓരോ FHCയും എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞങ്ങളെ ഡയറക്റ്റ് വിളിച്ചിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചലാൻ വഴി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ്മാൻ കളക്ട് ചെയ്യുന്ന രീതിയിലും പറയുന്നുണ്ട്. അപ്പം ഇതിൽ രണ്ടും ചെയ്യേണ്ടതുണ്ടോ? അത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവോ? അതിനകത്ത് ഇപ്പം നിലവിൽ പറയുന്നത് ഈ AD അക്കൗണ്ട്, അതായത് അഡ്വാൻസ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങാനല്ലേ? എനിക്ക് തോന്നുന്നത് അത് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിലവിലെ മാർഗരേഖ ഹബ് ആൻഡ് സ്പോക്കിന്റെ നിർണ്ണയയുടെ മാർഗരേഖയിൽ അതാണ് പറയുന്നതാണ് മനസ്സിലായത്. അപ്പൊ ഈ AD അക്കൗണ്ട് തുടങ്ങിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവര് പോസ്റ്റ്മാൻ തന്നെ വന്ന് കളക്ട് ചെയ്യുമല്ലോ. ഇപ്പൊ അതിന്റെ എല്ലായിടത്തേക്കും ആ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് ആകില്ല. പക്ഷേ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. രണ്ടും കൂടെ വേണ്ടല്ലോ, അതാണ് സർ. ഇല്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ മറ്റ് ഡൗട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇതിലാരോ സച്ചിൻ ഡോക്ടറുടെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്നെ വിളിക്കരുത്, വാട്സപ്പ് അയക്കാനേ പാടുള്ളൂ. ഞാൻ വാട്സപ്പ് നമ്പർ തരാം. വിളിക്കരുതെന്ന് പറയാൻ വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒന്ന് ഓർമ്മിച്ച് വെച്ചിട്ടൊന്നല്ല നമ്മളാരും മറുപടി തരുന്നത്. നമ്മളെ റെഫർ ചെയ്തിട്ട് മാത്രമാണ്. അതൊന്നും ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ റെഫർ ചെയ്തിട്ട് മറുപടി തരണമെങ്കിൽ വാട്സപ്പ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇത്രയും 2 സെഷനായിട്ട് ഇത്രയും നല്ല രീതിയിൽ എല്ലാവരുടെയും ഡൗട്ട്സ് എല്ലാം ക്ലാരിഫൈ ചെയ്ത് ക്ലാസ് നടത്തിയ ഡോക്ടർ സച്ചിൻ KCക്ക്, അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ മെമ്പേഴ്സിനും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഗുഡ് നൈറ്റ് എവരിവൺ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.